ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാതെ വന്നാൽ, അകത്ത് കഴിയുന്ന പോലെ ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ, ദഅവത്ത് ചെയ്യണമെന്ന് നല്ലത് പറഞ്ഞു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ കേൾക്കാൻ ആളില്ല, ആരോടും പറയാൻ പറ്റില്ല. അങ്ങനത്തെ തിന്മകളെ സ്വീകരിക്കുകയും നന്മകളെ തിരസ്കരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ മുഅ്മിനീങ്ങളുടെ പ്രധാനപ്പെട്ട ആശ്വാസം അല്ലാഹു നൽകുന്ന സ്വപ്നങ്ങളായിരിക്കും. അത് സത്യസന്ധമായി പുലരുകയും ചെയ്യുമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വരാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് എന്നറിയാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവും അല്ലേ? ഫ്യൂച്ചർ അറിയാൻ ഇത് മനുഷ്യന്റെ ഒരു ആഗ്രഹമാണ്. അതറിയാൻ ചിലര് കൈരേഖ നോക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് പോകും. അറാഫ് എന്ന് പറയും, ജ്യോത്സ്യന്മാർ, അവർക്കാണ് കാഹിൻ എന്ന് പറയാം, അവരെടുത്ത് പോകും. അല്ലെങ്കിൽ വല്ല നക്ഷത്ര വാരഫലം, പിന്നെ രാശിയെക്കുറിച്ചുള്ള പുസ്തകങ്ങള്, മാഗസിനുകള്, ഹൊറോസ്കോപ്പ്, ആസ്ട്രോളജി, ഇതൊക്കെ വായിച്ചു നോക്കും. എന്താണ് ഈ മാസം വല്ലതും കിട്ടാനുണ്ടോ, അടുത്ത കൊല്ലം വല്ലതും സംഭവിക്കാനുണ്ടോ? ഒരു ചുക്കും സംഭവിക്കാനില്ല മുഅ്മിനെ. അള്ളാഹുവിന്റെ കയ്യിലാണ് ഖളാ കിടക്കുന്നത്, ഫ്യൂച്ചർ കിടക്കുന്നത്. വെറുതെ നുണ പറയും. ചിലത് ഒത്തുവരും പിശാചുക്കൾ പറഞ്ഞു കൊടുക്കുന്ന ചില വചനങ്ങളിലൂടെ. അള്ളാഹുവിന്റെ ഔലിയാഇന് റബ്ബി ഇൽഹാം കൊടുക്കും, അത് വേറെയാണ്. പക്ഷെ സജ്ജനങ്ങളല്ലാത്തവരിത് പറയുന്നുണ്ട്. നിബിതങ്ങൾ പറയുമായിരുന്നു, മൻ അതാ കാഹിനൻ ഔ അറാഫൻ ഫസദ്ദഖഹു മാ യഖൂൽ ലം തുഖ്ബൽ ലഹു സ്വലാത്തു 40 യൗം. കൈരേഖ പറയുന്നൊരു മനുഷ്യന്റെ മുമ്പിൽ ചെന്ന് കൈവച്ചു കൊടുക്കുകയും എന്റെ ആയുസ് എത്രയാണെന്ന് നോക്കണേ എന്ന് പറയുകയോ, എന്റെ ഭാവി എന്താണ്, ഭൂതം എന്താണെന്ന് പറഞ്ഞു തരാമോ എന്ന് കൈനീട്ടി കൊടുക്കുകയും ആ മനുഷ്യൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്താൽ, ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ഇറക്കി കൊടുത്ത ഖുർആനിലും ദീനിലും അയാൾ അവിശ്വസിച്ചു. ഫസദ്ദഖഹു മാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി വിശ്വസിച്ചില്ല, അതാണ് ഞാൻ പറഞ്ഞ ഭാഗം, അതായിരുന്നു, തെറ്റിപ്പോയി. ഫലം യുസദ്ദിഖുഹു, ഒരാൾ ഒരു ജ്യോത്സ്യന്റെ അടുത്ത് ചെന്നു, വെറുതെ നോക്ക്, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക, അയാൾക്ക് അറിവുണ്ടോ ഇല്ലേ, വെറുതെ ഒന്ന് ആ നക്ഷത്രമാലഫലം വായിച്ചു നോക്കുക, അതിലുള്ള കുഴപ്പമൊന്നുമില്ലല്ലോ, വെറുതെ ഒന്ന് കണ്ടു നോക്കുക എന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്താൽ, ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും വലിയ വിഷയമല്ലാത്ത കാര്യമാണ്. ലോകത്തെ വലിയ വലിയ ചാനലുകൾ ഈ നക്ഷത്ര വാരഫലം നമ്മുടെ നാട്ടിലടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ആധുനിക അന്ധവിശ്വാസം എന്ന് പറയും ചില ആളുകളൊക്കെ. ഏതായിരുന്നാലും ചില ആളുകൾക്കൊരു മതവിശ്വാസത്തിന്റെ ഭാഗമാകാം, നമ്മളവരെ ക്രിട്ടിസൈസ് ചെയ്യല്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് പാടില്ലെന്നാണ്. നമ്മുടെ സുഹൃത്തുക്കള് നമ്മുടെ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി നിങ്ങളോട് സഹായം ചോദിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും നഖമഴിഞ്ഞ് സഹായിക്കണം. ഒന്ന് എഴുന്നേറ്റ് സ്വലാത്തുൽ ഇരുന്നാലോ, കുറെ സമയമല്ലേ ഞങ്ങൾ ഇരിക്കുന്നത്. അങ്ങനെ പേഴ്സൊക്കെ ഒന്ന് എടുക്കാൻ, പേൻ്റൊക്കെ ഇട്ടവരാണെങ്കിലേ അതൊക്കെ എടുക്കാനുള്ള സൗകര്യത്തിനാണ്. പിന്നെ ആർക്കെങ്കിലും നേരം വൈകി എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പോകാനുമാണ്. അതൊക്കെ ഈ ഇടക്കങ്ങനെ പോയിക്കോളി, എന്ത് ചെയ്യുക, ആൾക്കാർ കാണൂല. മറ്റേത് പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക്. അപ്പോൾ നമുക്ക് വലിയ ചെലവുണ്ട്. 3 ദിവസത്തെ, 4 ദിവസത്തെ പരിപാടിയാണിത്. അൽഹംദുലില്ലാഹ്, മൂന്നാക്കൽ എപ്പോഴും കേൾക്കുന്നതാണ് ഇവിടുത്തെ പള്ളിയും ഇവിടുത്തെ പരിപാടികളൊക്കെ. അള്ളാഹു നാടിനെ മഹത്തുക്കളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ചിരിക്കുന്നു. പടച്ച തമ്പുരാന്റെ റഹ്മത്ത് അള്ളാഹു എന്നുമെന്നും നമ്മുടെ നാട്ടിലും പരിസരങ്ങളിലൊക്കെ അള്ളാഹു ഇറക്കി തരട്ടെ. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. നമ്മുടെ വോളണ്ടിയേഴ്സ് വരുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, കാര്യമായിട്ട് സഹായിക്കണം. അങ്ങനെ പറഞ്ഞാൽ മതിയോ? പോരെ, അവിടെ ഒന്നും കായിട്ടില്ലല്ലേ. 12 ലക്ഷം വേണം ഒരു വീടുണ്ടാക്കാൻ. 2 എണ്ണം വേണമെന്നാണ് പറയുന്നത്. അതും മതിയാവൂല, 4 എണ്ണത്തോടെ ആവശ്യമുണ്ട് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവർക്കാണ്.
ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ ഒക്കെ ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് തന്നെ ഉള്ളതാണ്. നമ്മളെ കുറ്റിക്കിടൂലേ, അതാണ് ഈ സംഭവം. അതിന് പിശുക്കണ്ട, നമുക്ക് തന്നെ എടുക്കാനുള്ളതാണ്. അതുകൊണ്ട് കൊടുത്തോളി. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ഇരിക്കി. ജസാകുമുല്ലാഹു ഖൈർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പ് ദഅവത്തുമായി വന്ന മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം സ്വപ്ന വ്യാഖ്യാനങ്ങളുടെ നേതാവായിരുന്നു. തഫ്സീർ റുഇയാ അല്ലാഹു നൽകിയൊരു വലിയ കഴിവായിരുന്നു മഹാനവറുകൾക്ക്. അതിന്റെ വെളിച്ചത്തിൽ മഹാനവറുകൾ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു. അവർ കണ്ട ഒരു സ്വപ്നത്തെക്കുറിച്ച് യൂസുഫ് അലൈഹിസ്സലാം പിതാവ് യാഖൂബ് നബിയോട് പറഞ്ഞതും നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും, ഖുർആനിലൂടെ ഓതാൻ കഴിയുന്നുണ്ട്. യാ അബതി إني رأيت 11 كوكبا والشمس والقمر رأيتهم لي ساجدين. ഞാൻ സ്വപ്നം കണ്ടു, 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എന്റെ മുമ്പിൽ വന്ന് സുജൂദ് ചെയ്യുന്നത് ഞാൻ കണ്ടു. ഒരാളോടും പറയല്ല മോനെ നിങ്ങളുടെ ഈ സ്വപ്നം. ആര് പറഞ്ഞു? യാഖൂബ് അലൈഹിസ്സലാം. യാഖൂബ് അലൈഹിസ്സലാമിന്റെ മറ്റൊരു പേരാണ് ഇസ്രായീൽ എന്ന് പറയുന്നത് കേട്ടോ. അള്ളാഹുവിനെ അത്രമേൽ ഇബാദത്ത് ചെയ്ത ആള് എന്ന ആ വാക്കിന്റെ അർത്ഥം. ഇപ്പൊ വലിയ ദുൽമ ചെയ്യുന്ന ഒരു രാജ്യത്തിന്റെ പേരാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടത്തിന്റെ പേരാ. പക്ഷെ അത് യാഖൂബ് നബിന്റെ പേരാണ്. അത് ശരിക്ക് ഇസ്രായീൽ. അതുകൊണ്ട് ഖുർആനിലൊക്കെ യാ ബനി ഇസ്രായീല, ഇസ്രായേൽ മക്കളെ എന്ന് പറഞ്ഞ യാഖൂബ് നബി അലൈഹിസ്സലാമിന്റെ 12 മക്കളും അവരിലൂടെ ഫലസ്തീനിലും ലബനോനിലും ജോർഡാനിലും ഒക്കെ താമസമാക്കിയ മനുഷ്യരെ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. യാ ബനി ഇസ്രായീൽ. അവിടെ ജീവിക്കുന്ന മനുഷ്യന്മാരൊക്കെ യാഖൂബ് നബി അലൈഹിസ്സലാമിന്റെ ഡിസെൻഡൻസ് ആണ്. അവിടുന്ന് അവരുടെ വംശപരമ്പരയിൽ വന്നവരാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മഖാമിലേക്ക് പോകുമ്പോഴേ ഖലീലിൽ ഹിബ്രോണിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഖബറുള്ള ആ മഖാമുള്ള സ്ഥലത്ത് തന്നെയാണ് യാഖൂബ് നബി ഉള്ളത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മോൻ ഇസ്ഹാഖ് നബി അവിടെയാണുള്ളത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ സാറ ബീവി അവിടെയാണ്. ഇസ്ഹാഖ് നബിന്റെ ഭാര്യ റിഫ്ഖ ബീവി അവിടെയാണ്. ഇവരൊക്കെ ഉണ്ട്. യാഖൂബ് നബിന്റെ ഭാഗം അവിടെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമുണ്ട്. ഒക്കെ ഒരു പള്ളിന്റെ ഉള്ളിലാണ്. പക്ഷെ യാഖൂബ് നബിന്റെ ഭാഗം ജൂതന്മാരുടെ കയ്യിലാണ്, അവർ വിട്ടുവരൂല. ബാക്കി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമൊക്കെ നമുക്ക് സിയാറത്ത് ചെയ്യാൻ പറ്റും. പക്ഷെ യാഖൂബ് നബിന്റെ സിയാറത്ത് നമുക്ക് കിട്ടൂല. അത് ജൂതന്മാരുടെ സൈഡിലാണ്. അവർക്ക് അത് യാഖൂബ് നബി അലൈഹി ഇസ്ലാം അവരുടെ പ്രവാചക പരമ്പരയിലെ അവർക്ക് വളരെ വേണ്ടപ്പെട്ട ആളായിട്ടാണ് അവർ കാണുന്നത്. നമുക്കും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് യാഖൂബ് നബിന്റെ പേരാണത്. ഖുർആനിലൊക്കെ പറയുമ്പോഴേ പറയുന്ന നാടിന്റെ പേരിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. യാ ബനി ഇസ്രായീല. അപ്പൊ അങ്ങനെ വെറുതെ കുട്ടികൾ എന്താ അപ്പൊ അങ്ങനെ ഇസ്രായേൽ രാജ്യത്തെ കുറിച്ച് തന്നെ ഖുർആൻ പറഞ്ഞത് അങ്ങനെ ചോദിക്കുന്ന വിവരമില്ലാത്തവരുണ്ട്. അതല്ലത് യാഖൂബ് നബിന്റെ മക്കളെ എന്നാണ് പറയുന്നത് അലൈഹിസ്സലാം. യാഖൂബ് നബി അലൈഹിസ്സലാം മകൻ യൂസുഫ് അലൈഹിസ്സലാമിനോട് പറയുകയായിരുന്നു, മോനെ ഈ സ്വപ്നം ആരോടും പറയണ്ട. ആ സ്വപ്നം പിന്നെ പുലർന്നത് 40 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ്. യൂസുഫ് അലൈഹിസ്സലാം സിംഹാസനത്തിൽ ഇരിക്കുമ്പോഴേ വാപ്പ യാഖൂബ് നബി അലൈഹിസ്സലാം എന്ന് കരഞ്ഞ് മകൻ നഷ്ടപ്പെട്ട സങ്കടത്തിൽ കരഞ്ഞ് കണ്ണിന്റെ കാഴ്ച പോയിരുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഖമീസ് കൊണ്ടുപോയി മുഖത്തിട്ടപ്പോഴാണ് വാപ്പയുടെ കണ്ണ് ഫർത്തദ്ദ ബസീറാ. ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടില്ല യാഖൂബ് നബിക്ക് കണ്ണ് കാഴ്ച തിരിച്ചു കിട്ടാൻ. യൂസുഫ് അലൈഹിസ്സലാമിന്റെ ഡ്രസ്സ് കൊണ്ടുപോയി വെച്ചതാ മുഖത്ത്. മഹാന്മാരുടെ ആധാറുകൾ അവരുമായി ബന്ധപ്പെട്ടതിന് പുണ്യമുണ്ടെന്നും ബറക്കത്തുണ്ടെന്നും വിശുദ്ധ ഖുർആൻ സ്ഥാപിക്കുകയാണ്. യാഖൂബ് നബിന്റെ കണ്ണിന്റെ കാഴ്ച കിട്ടിയത് സർജറി ചെയ്തിട്ടല്ല. എങ്ങനെയാ? യൂസുഫ് നബി എന്ന സ്വന്തം മകൻ നബിയാണ്. വാപ്പാക്ക് കണ്ണിന്റെ കാഴ്ച, വാപ്പ നബിയാണ്. ആ കാഴ്ച കിട്ടാൻ വാപ്പാന്റെ കുപ്പായിട്ട് വെക്കാനല്ല ഖുർആൻ പറഞ്ഞു. മോൻ യൂസുഫ് നബിയുടെ കുപ്പായം കൊണ്ടുപോയി വാപ്പാന്റെ മുഖത്ത് വെച്ചു കൊടുക്കുന്നു. ഫർത്തദ്ദ ബസീറാ. കാഴ്ച കിട്ടി. അങ്ങനെ കൻആനിൽ നിന്ന് ഈജിപ്തിലേക്ക് സീനാ മരുഭൂമിയിലൂടെ അവർ യാത്ര ചെയ്തു. ഉമ്മ റാഹിൽ ബീവിയുണ്ട്. ബിന്യാമീൻ എന്നവരുടെയും യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെയും ഉമ്മയാണ് റാഹിൽ ബീവി. പിന്നെ ബാക്കി 10 ജ്യേഷ്ഠന്മാർ, അവരുടെ ഉമ്മ വേറൊരു ഉമ്മയാണ്, പേരെനിക്ക് ഓർമ്മയില്ല. റാഹിൽ എന്നാണ് യൂസുഫ് നബിന്റെ ഉമ്മാന്റെ പേര്. ആ റാഹിൽ ബീവിയെയാണ് ഇംഗ്ലീഷുകാരൻ റൈച്ചൽ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. ഇപ്പൊ ഒരുപാട് റൈച്ചൽമാരുണ്ട് ഇംഗ്ലീഷിൽ. റൈച്ചൽ പെൺകുട്ടി കിട്ടുന്ന പേരാണ്. ഇംഗ്ലീഷുകാരൊക്കെ ക്രിസ്ത്യൻസൊക്കെ ഇടുന്ന പേരാണ് റൈച്ചൽ. അതാരാ? യൂസുഫ് നബിന്റെ ഉമ്മാന്റെ പേരാണ് റാഹിൽ. അവരാണ് റൈച്ചൽ. റിഫ്ഖ ബീവി എന്ന് പറയുന്നതാണ് റബേഖ. യാഖൂബ് നബിന്റെ ഭാര്യയാണ് റിഫ്ഖ ബീവി. അത് ഇംഗ്ലീഷുകാരൻ പറഞ്ഞപ്പോൾ റബേഖ എന്നായിപ്പോയി.
റബേക്ക എന്ന് പറയും, കുറേ ആൾക്കാരുണ്ട് റബേക്കമാർ, കുട്ടികൾക്ക് പേരിടും. വാപ്പയും ഉമ്മയും 11 സഹോദരങ്ങളും യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വന്ന് സ്വന്തം ജ്യേഷ്ഠന്മാരോട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, മാ ഫഅൽതും ബിയൂസുഫ വഅഖീ, യൂസുഫ് നബിയോടും അവരുടെ അനുജനായ ബിന്യാമീനോടും നിങ്ങൾ കാണിച്ചു കൂട്ടിയ ക്രൂരതകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? യൂസുഫോ മരിച്ചുപോയില്ലേ? അന യൂസുഫു വഹാദാ അഖീ, ഞാനാണ് യൂസുഫ്, ഇതെന്റെ സഹോദരൻ ബിന്യാമീനാണ് എന്ന് പറഞ്ഞ് യൂസുഫ് അലൈഹിസ്സലാമാണ് എന്നവർക്ക് ബോധിച്ചപ്പോൾ എല്ലാവരും യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ ആദര സൂചകമായി സുജൂദിൽ വീണിട്ടുണ്ട്. അന്ന് അവരുടെ ശരീഅത്തിൽ അത് ചെയ്യാമായിരുന്നു, നമുക്ക് പറ്റൂല, നമുക്ക് അള്ളാഹിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ. ആ ഒരു സംഭവം നടക്കുന്നത് കൊച്ചുനാളിൽ യൂസുഫ് അലൈഹിസ്സലാം കണ്ട 11 നക്ഷത്രങ്ങളും ചന്ദ്രനും സൂര്യനും എന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നു എന്ന സ്വപ്നം. 11 നക്ഷത്രങ്ങൾ, 11 സഹോദരങ്ങൾ, സൂര്യൻ ഉപ്പയാണ്, ചന്ദ്രൻ ഉമ്മയാണ്, അവര് സുജൂദ് ചെയ്യുന്നത് തന്നെ സംഭവിച്ചു 40 കൊല്ലങ്ങൾക്ക് ശേഷം. അപ്പൊ മഹാന്മാർ പറയാണ്, ചില സ്വപ്നങ്ങളുടെ വ്യാഖ്യാനങ്ങൾ സംഭവിക്കാൻ മാക്സിമം എടുക്കുന്ന സമയം 40 കൊല്ലമാണ് എന്ന് ഈ സംഭവത്തെ ആസ്പദപ്പെടുത്തി പറഞ്ഞവരുണ്ട്. ഹദീസിൽ വന്ന വിഷയമാണത്. 40 കൊല്ലം വരെ സമയമെടുക്കും ഒരു സ്വപ്നം വ്യാഖ്യാനം സംഭവിക്കാൻ. കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം സംഭവിക്കാൻ 40 കൊല്ലം വരെ എടുത്തെന്ന് വരും. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ അങ്ങനെ അല്ല, 50ഉം 70ഉം കൊല്ലങ്ങൾ എന്ന അഭിപ്രായങ്ങളും അവിടെ സ്വഹാബിമാരുടെ വചനങ്ങളിൽ മുഅത്തയിൽ ഇമാം മാലിക് എന്നിവർ ഉദ്ധരിച്ചിട്ടുണ്ട്. അത് ഒരു പക്ഷേ അങ്ങനെ 40-ലേറെയും സംഭവിക്കാം എന്ന് പറയുന്ന പണ്ഡിതർക്കുള്ള തെളിവുമാണ്. സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം, മഹാനായ അല്ലാഹുവിന്റെ പ്രവാചകർ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അവസാന നാളിൽ അല്ലാഹുവിനോട് നന്ദി പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അല്ലാഹുവേ, റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക് വഅല്ലംതനീ മിൻ തഅ്വീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. രാജാവാണ്, ഇനി എന്താ വേണ്ടത്? തറവാട് യാക്കൂബ് നബിയുടെ തറവാട്, യൂസുഫ് നബിയുടെ വാപ്പ നബിയാണ്, വല്ലിപ്പ നബിയാണ്, വല്ലിപ്പയുടെ ഉപ്പയും നബിയാണ്. യൂസുഫ് നബിയുടെ ഉപ്പ യാക്കൂബ് നബി അലൈഹി സ്വലാം നബി, അവരുടെ ഉപ്പ ഇസ്ഹാഖ് നബി നബിയാണ്, അവരുടെ വാപ്പ ഇബ്രാഹിം നബി അലൈഹി സ്വലാം നബിയാണ്. അൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം യൂസുഫ് ഇബ്നു യാക്കൂബ് ഇബ്നു ഇസ്ഹാഖ് ഇബ്നു ഇബ്രാഹിം അലൈഹിസ്സലാം. ലോകത്തെ ഏറ്റവും വലിയ മാന്യനും മഹോന്നതനുമായ ഒരാളെ ഉള്ളൂ, അത് യൂസുഫ് നബിയാണ്. അവരുടെ വാപ്പ നബിയാണ് ഇസ്ഹാഖ് അലൈഹിസ്സലാം, അവരുടെ വാപ്പ യൂസുഫ് നബിയുടെ വാപ്പ യാക്കൂബ് അലൈഹിസ്സലാം, അവരുടെ ഉപ്പ ഇസ്ഹാഖ് നബി, അവരുടെ ഉപ്പ ഇബ്രാഹിം ഖലീലുർ റഹ്മാൻ അലൈഹിമുസ്സലാം. എല്ലാവരും പ്രവാചകന്മാർ. രാജാധികാരവും കൂടെ അല്ലാഹു നൽകിയപ്പോഴേ യൂസുഫ് നബി പറയുന്ന വാക്കെന്താണ്? റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക്. പൈസ കയ്യിൽ കിട്ടുമ്പോൾ അല്ലാഹുവിനെ മറന്നു പോകുന്നവരെ, പൈസ ഉണ്ടാകുമ്പോൾ, വിദ്യാഭ്യാസം ഉണ്ടാകുമ്പോൾ ശൂന്യാവാൻ പറ്റൂല എന്ന് ചിന്തിക്കുന്നവരെ, അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് ഈ പള്ളി ശരിയല്ല, നമുക്ക് മറ്റേ മലയാളത്തിൽ പറഞ്ഞിടത്തൊക്കെ പോയാൽ ശരിയാവുള്ളൂ. ചില ആളുകൾ അങ്ങനെ മാറുകയാണ്, ഓട്ടോമാറ്റിക്കലി അവർ ചിന്തിക്കുകയാണ്, നമ്മളൊന്ന് അപ്ഗ്രേഡ് ചെയ്യണമല്ലോ. ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്, നമ്മളത് കൈകടത്തല്ല. പക്ഷേ ചില തീരുമാനങ്ങൾ എടുക്കുന്നിടത്ത് വരുന്ന പാകപ്പിഴവുകളെ ശ്രദ്ധിക്കണമെന്ന് പറയാം. പൈസ കിട്ടുമ്പോൾ ഒരവസ്ഥയും അത് കഴിഞ്ഞാൽ മറ്റൊരവസ്ഥയും അങ്ങനെ ആവരുത്. ചില നിസ്കാരം നടത്തി വെക്കും, പിന്നെ ഫുള്ള് കുടിയന്മാരായിരിക്കും. സമ്പത്തും ദീനും ഒരുമിച്ചുണ്ടാകുന്നത് വലിയൊരു സൗഭാഗ്യമല്ലേ? എത്ര ആളുകളുണ്ട് അങ്ങനെ? പൈസ ഉണ്ട്, അപ്പോൾ കുടി തുടങ്ങി, നല്ല മോനായിരുന്നു, അപ്പോൾ ഫുള്ള് കുടി നിർത്തി വലിയ, അതിനപ്പുറത്തേക്ക് ഇഞ്ചക്ഷനും മയക്കുമരുന്നിൻ്റെ അടിമയാണ്. അങ്ങനെയൊക്കെ എത്ര മക്കളുണ്ട് റബ്ബേ നമ്മുടെ ഉമ്മത്തിൽ. അള്ളാഹു ഹിദായത്ത് നൽകട്ടെ, അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ, പടച്ചതമ്പുരാൻ ബോധം കൊടുക്കട്ടെ. അള്ളാഹു ആ മക്കളെയൊക്കെ നമുക്ക് ദീനിന് തിരിച്ചു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അധികാരം നൽകി റബ്ബേ, അധികാരം നൽകി. തറവാടുള്ള കുടുംബത്തിലാണ് യൂസുഫ് നബി അലൈഹിസ്സലാം.
വഅല്ലംതനീ മിൻ തഅ്വീലിൽ അഹാദീസ്, സ്വപ്നങ്ങളുടെ വ്യാഖ്യാനവും നീ എനിക്ക് പഠിപ്പിച്ചു തന്നുവല്ലോ റബ്ബേ. യൂസുഫ് നബി പറയട്ടോ, അവസാനത്തെ ദുആയാണ്, ഫാത്തിറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ ഒരാളും ചെയ്തു വെച്ച ഒരു ഉദാഹരണം കണ്ടുകൊണ്ടല്ലാതെ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചവനെ അല്ലാഹുവേ, അൻത വലി ഫിദ്ദുനിയ വൽ ആഖിറ, ഈ ലോകത്തും നാളെ പരലോകത്തും എൻ്റെ സംരക്ഷകൻ നീയാണ് റബ്ബേ. തവഫനി മുസ്ലിമാ, ആഗ്രഹം പറയാണ്, രാജാവാണ്, എല്ലാം ഉണ്ട്, എന്നെ മുസ്ലിമായി മരിപ്പിക്കണമേ. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സജ്ജനങ്ങളുടെ കൂട്ടത്തിലേക്ക് എന്നെ ചേർത്തേണമേ. രാജാക്കന്മാരുടെ കൂട്ടത്തിൽ, VIP അങ്ങനെയൊന്നല്ല, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലേക്ക് ചേർത്തി തരയണമേ. എന്തൊരു മനോഹരമായ പ്രാർത്ഥനയാണ് സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാമിൻ്റേത്. അള്ളാഹു നമുക്കും സ്വാലിഹീങ്ങളുടെ സഹവാസം ദുന്യാവിലും നാളെ ഖബറിൻ്റെ അടുത്ത് അപ്പുറത്തപ്പുറത്തൊക്കെ സ്വാലിഹീങ്ങളെ കിട്ടണം. ഇപ്പുറത്ത് കള്ളുകൂടിയാണ്, അവിടെ അടിയുണ്ടാവും, മലക്കൾ നല്ല അടിക്കും. ഇവിടെ തോന്നിവാസം ചെയ്ത ആളാണ്, അവിടെ അദാബിൻ്റെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാവും. അപ്പം മുഅ്മിനീങ്ങൾക്ക് അവിടെ കിടക്കാൻ സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, ഖബറിൽ കിടക്കുമ്പോഴും അരികത്ത് സ്വാലിഹീങ്ങളെ കിട്ടാൻ വേണ്ടി ദോരന്നോളിയെന്ന്. അള്ളാഹു നമുക്ക് സജ്ജനങ്ങളുടെ സാമീപ്യം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളെ അള്ളാഹു സജ്ജനങ്ങളിലേക്ക് ചേർത്തിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അമ്പിയാക്കന്മാർക്ക് അല്ലാഹു സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുത്തു. യൂസുഫ് നബി അലൈഹിസ്സലാമിന് പഠിപ്പിച്ചു കൊടുത്തു. അവരല്ലാഹു നൽകുന്ന വഹയിന്റെയോ അല്ലാഹു നൽകുന്ന ദിവ്യബോധനം, ഇൽഹാം, ഇൻസ്പിറേഷൻ, അല്ലാഹു നൽകുന്ന ദിവ്യബോധത്തിന്റെയോ വെളിച്ചത്തിലാണ് കാര്യങ്ങൾ പറയുന്നത്. അതതുപോലെ സംഭവിക്കും. അബ്ദുൽ മലിക് ഇബ്നു മർവാൻ മദീന പള്ളിന്റെ 4 മൂലക്കൽ മൂത്രമൊഴിച്ച് സ്വപ്നം കണ്ട കഥ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതോ ക്ലാസ്സിൽ. മദീന പള്ളിയുടെ 4 മൂലക്ക പോയിട്ട് വലിയൊരു രാജാവ് മൂത്രമൊഴിച്ചു എന്നാ മൂപ്പർ കണ്ട സ്വപ്നം അതാണ്. ആകെ ബേജാറായിപ്പോയി. ആരോടത് പറയാൻ പറ്റുമോ? പള്ളി പോയി മൂത്രമൊഴിച്ചതൊക്കെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ അടി കിട്ടൂലേ? അന്ന് ജീവിച്ചിരിപ്പുണ്ട് മഹാനായ മുഹമ്മദ് ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി. മഹാന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, രാജാവ് ഇങ്ങനെ സ്വപ്നം കണ്ട ആകെ പേടിയിലാണ്. അബ്ദുൽ മലിക് ഇബ്നു മർവാൻ അമവി ഭരണാധികാരിയാണ്. കണ്ട സ്വപ്നം, ഒരു പുത്ത മനുഷ്യനല്ലേ, പള്ളിന് 4 മൂലൊക്കെ പോയി മൂത്രമൊഴിച്ചതാ കണ്ടത്. നമ്മൾ വിചാരിക്കുക സ്വപ്നം കണ്ട ഭയങ്കര പ്രശ്നമാണെന്ന്. എന്താ അതിന്റെ വ്യാഖ്യാനം എന്നറിയോ? ഇബ്നു സീരീൻ തങ്ങൾ കൊടുത്ത അർത്ഥം, നിങ്ങളുടെ 4 മക്കൾ ലോകം ഇസ്ലാമിക രാജ്യങ്ങൾ ഭരിക്കുന്ന ഖലീഫമാരായി മാറുന്നതാണ്. പറഞ്ഞ പോലെ നടന്നും ചെയ്തു. 4 മക്കളും ഖലീഫമാരാണ്. മർവാൻ ഇബ്നു അബ്ദുൽ മലിക്, മസ്ലമത്ത് ഇബ്നു അബ്ദുൽ മലിക്, വലീദ് ഇബ്നു അബ്ദുൽ മലിക്, ഇവരൊക്കെ രാജാക്കന്മാരാണ്. ആ കണ്ട സ്വപ്നം കാണുന്നതും അതിൻ്റെ വ്യാഖ്യാനവും ഒരുപോലെ ആവണമെന്നില്ല. മൂത്രമൊഴിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ മൂത്രപ്പുര ഉണ്ടാക്കുന്നല്ല അതിനർത്ഥം. പള്ളിക്ക് 4 മൂത്രപ്പുര ഉണ്ടാക്കി കൊടുക്കും, അതല്ല. 4 മക്കൾ ഖലീഫമാരാവുന്നു. സുബ്ഹാനല്ലാഹ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ട്, റബ്ബേ, ഇതൊക്കെ പറയണമെങ്കിൽ അള്ളാഹു നൽകുന്നൊരു വിവരം തന്നെ വേണം അല്ലേ? അല്ലെ എങ്ങനെ ഇത് അർത്ഥം വെക്കുക? ഇൽഹാമ് കൊണ്ട് സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളായ ആളുകൾ അതിന് മറുപടി പറയും. അതല്ലാത്തവർ പിശാചിന്റെ വഴിയിലേക്ക് പോകും. അതാണ് ജ്യോത്സ്യവും കൈരേഖ നോക്കുന്നതും രാശി പറയുന്നതും. ഇത് ഇസ്ലാമികമായി ചിന്തിക്കുമ്പോൾ കുഫറിലേക്ക് പോകാൻ കാരണമാണ്. വിശ്വസിച്ചാല്, ഇനി ഒരാൾ വിശ്വസിക്കാതെ വെറുതെ വായിച്ചു, നക്ഷത്രവാരഫലം പത്രത്തിലോ മാഗസീനിലോ അല്ല ടിവിയിലോ വന്നപ്പോഴും നോക്കി, വെറുതെ നോക്കാം. ഒരു ആളോട് വെറുതെ കൈ കൊടുത്തൊന്ന് നോക്കി കാണി, പിന്നെ ജ്യോത്സ്യനെ നിങ്ങൾ നോക്കി, എന്താ എൻ്റെ അവസ്ഥ, 60 കൊല്ലം ജീവിക്കോ, 80 ഉണ്ടോ, 90 ഉണ്ടോ? വെറുതെ ഒരു വിശ്വസിക്കാനൊന്നും പോയതല്ല, വെറുതെ കളിയാക്കാൻ വേണ്ടി പോയതാ. വെറുതെ ചെന്നാൽ 40 ദിവസത്തവരുടെ നിസ്കാരം ക്രോസ് സ്വീകരിക്കൂല, അള്ളാഹു സ്വീകരിക്കൂല. 40 ലം തുഖ്ബൽ ലഹു സ്വലാത്തു 40 യൗം. ഇത് ഗൗരവമുള്ള വിഷയമാണ്. പെണ്ണുങ്ങളെ, ആണുങ്ങളെ, ചെറുപ്പക്കാരെ, കുട്ടികളെ, ജ്യോത്സ്യവും ഹോറോസ്കോപ്പ് അല്ലെങ്കിൽ അസ്ട്രോളജി, അസ്ട്രോണമി നല്ലതാണ്, അത് വാനശാസ്ത്രമാണ്. പക്ഷെ അസ്ട്രോളജി അത് രാശിയും അതും ഇതും പറഞ്ഞ്, ഇന്ന രാശിയിൽ ജനിച്ചപ്പോൾ ആ നക്ഷത്രത്തിന് നിന്റെ മേൽ അധികാരമുണ്ട്. കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. ഈ കിടക്കുന്ന ആൾക്കാരുടെ ആരാണ് പോയി മമ്മൂട്ടി, ആ ജനിച്ച ആള്, അയാളെ തലയിലേക്ക് ആ നക്ഷത്രം കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താ ഇപ്പം അതിൻ്റെ അർത്ഥം? ഇത് വിശ്വസിക്കാനും ലോകത്ത് ആൾക്കാരുണ്ട് കേട്ടാ. എത്ര ആൾക്കാരുണ്ട് അങ്ങനെ വിശ്വസിക്കുന്നവർ? ഭൂമിയിലൂടെ നടക്കുന്ന ഈ മനുഷ്യൻ ഇവിടെയൊക്കെ നടക്കും, അതൊക്കെ ആ നക്ഷത്രം ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നക്ഷത്രത്തിനും ഇയാൾ തമ്മിൽ കണക്ഷൻ ഉണ്ട്. അസ്തഗ്ഫിറുല്ലാഹ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, അർറുഇയ സ്വാലിഹതു ജുസ്ഉം മിൻ 46 ജുസ്അൻ മിനൻ നുബുവ്വ. നുബുവത്തിന്റെ 46
അംശങ്ങളിൽപ്പെട്ട ഒരംശമാണ് സത്യസന്ധമായ സ്വപ്നമെന്ന് സ്വഹീഹുൽ ബുഖാരിയും മുസ്ലിമും ഒത്ത് റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. അർറുഇയ സ്വാലിഹ, നല്ല സ്വപ്നം, ജുസ്ഉം മിൻ 46 ജുസ്അൻ മിനൻ നുബുവ, നുബുവത്ത് അല്ലാഹു നൽകുന്ന ദിവ്യബോധനമാണ്. ആ നുബുവത്തിനെ 46 പാതിയായി മാറ്റിയാൽ അതിന് ഹിക്മത്ത് പറയാറുണ്ട്. അല്ലാഹു അലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രവാചകരാകുന്നതിന്റെ മുമ്പ് ദിവ്യബോധനം വരാൻ തുടങ്ങിയത് സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയപ്പോഴാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, തങ്ങൾ നല്ല സ്വപ്നങ്ങൾ കാണും, കണ്ടതുപോലെ സംഭവിക്കും. അത് 6 മാസമാണ് ഉണ്ടായത്. നുബുവത്തിന്റെ ഒരു പ്രാരംഭമാണത്, 6 മാസം. അപ്പൊ 6 മാസമാണ് ഒരു കാലം എന്ന് പറയുന്നത്. 23 കൊല്ലങ്ങളിൽ എത്ര 6 മാസം ഉണ്ട്? 23 കൊല്ലാണല്ലോ നബി ആയത്. എത്ര 6 മാസം കിട്ടും? 46 അല്ലേ? 23 നമ്മള് 6 മാസം ഒരു ഭാഗമാണ് 6 മാസം. അപ്പൊ ഒരു കൊല്ലത്തിൽ 2 ഭാഗമായി. അപ്പൊ ഒരു വർഷം എന്ന് പറഞ്ഞാൽ 2 6 മാസല്ലേ? അപ്പൊ 23 കൊല്ലം എന്ന് പറയുമ്പോൾ 46 ആയി. അതുകൊണ്ടാണ് സത്യസന്ധമായ സ്വപ്നം നുബുവത്തിന്റെ 46 അംശങ്ങളിൽപ്പെട്ട ഒരംശമാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നുബുവത്താണ്, റിസാലത്തല്ല. നുബുവത്ത് ദിവ്യബോധനമാണ്, റിസാലത്ത് ശരീഅത്താണ്. സ്വപ്നങ്ങളിലൂടെ ഒരാൾ സ്വപ്നം കണ്ടാൽ എന്തെങ്കിലും ഒരു ഹലാൽ ഹറാമായെന്നോ ഏതെങ്കിലും നബി തങ്ങൾ എന്നെ എൻ്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഒരു മസ്അല, ഒരു ഹലാലിനെ ഹറാമാക്കുകയോ ഹറാമിനെ ഹലാലാക്കുകയോ ശരീഅത്തിന്റെ നിയമങ്ങൾ അതുകൊണ്ട് സ്ഥാപിക്കപ്പെടുകയില്ലെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ തെളിവാണ് മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങൾ അവറുകൾ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ നേതാക്കളിൽപ്പെട്ട നേതാവാണ്. മഹാനവറുകളുടെ ഈ സംഭവം മുതവാത്തിറ, എല്ലാവരും അംഗീകരിക്കും. സുന്നികൾ മാത്രമല്ല, അല്ലാത്തവരൊക്കെ ഈ സംഭവത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അത് കറക്റ്റാണ്. എന്താ കണ്ടത്? മഹാനവറുകൾ കാണുന്നത് ഒരു മേഘം ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്നു, പിന്നെ തീജ്വാലകൾ ഉണ്ടാകുന്നു. തീജ്വാലയിൽ ഒരാൾ ഇരിക്കുന്നു. ഞാനാണ് പടച്ചവനെന്ന് പറയുന്നു. അബ്ദുൽ ഖാദിറെ, നിങ്ങൾക്ക് ഞാനാണ് അല്ലാഹു, ഇതുവരെ ഹറാമാണെന്ന് ഞാൻ പറഞ്ഞത് മുഴുവൻ നിങ്ങൾക്ക് ഇനി മുതൽ ഹലാലാണ് കേട്ടോ. മഹാൻ ഇൽമുണ്ടായിരുന്നു. നന്ദി കെട്ടവനായി പോയവനെ, അള്ളാഹുവിന്റെ ശത്രുവേ നീ പോ. പുന്നാര നബി തങ്ങൾക്ക് ഹറാമായത് എനിക്കെങ്ങനെ ഹലാലാകും? ശരീഅത്തിന്റെ നിയമങ്ങളെ മാറ്റിമറിക്കാൻ അല്ലാഹുവിനല്ലാതെ ആർക്ക് പറ്റും? ഇത് പിശാചാണ്, നീ പിശാചാണ്, പൊയ്ക്കോ എന്ന് പറഞ്ഞ് മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പിശാചിനെ ആട്ടിയോടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്വപ്നങ്ങളിലൂടെ കടന്നു വരുന്നത് മുബശ്ശിറാത്തുകളാണ്, ചില സൂചനകളും ചില സന്തോഷ വാർത്തകളുമാണ്. അതിലൂടെ ഒരു ശരീഅത്തിന്റെ നിയമം സ്ഥാപിക്കപ്പെടുന്നില്ലെന്ന് മഹാന്മാർ. ഫ്യൂച്ചർ, വരാൻ പോകുന്ന കാര്യം നന്നാവണമെങ്കിൽ ഒരു കാര്യം നബി തങ്ങൾ പഠിപ്പിച്ചു. ഇത് അറിയാൻ പറ്റിയെന്നേ നടക്കുള്ളൂ അല്ലേ? ഒരാളുടെ അടുത്ത് പോയി, അള്ളാഹുവിന്റെ വലിയുടെ അടുത്ത് പോയി, ചിലപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ പറയും. നമുക്ക് നമ്മുടെ ഫ്യൂച്ചറെ സേഫ് ആക്കണമെങ്കിൽ, നമ്മുടെ വരാൻ പോകുന്ന കാലം നമ്മൾ ഇടപെടുന്ന വിഷയം ഖൈറായി വരണമെങ്കിൽ അതിന് അള്ളാഹുവിന്റെ ഹബീബ് ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. സ്വലാത്തുൽ ഇസ്തിഖാറ, ദുആഉൽ ഇസ്തിഖാറ. ഇസ്തിഖാറത്തിന്റെ ദുആ, 2 റക്അത്ത് നിസ്കരിക്കുകയും ആ ദുആ ചെയ്യുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ ഏതൊരു കാര്യമാണോ അള്ളാഹു അനുവദിച്ചത് ഹലാലായ ഒരു കാര്യത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അതിൽ ഖൈറേ വരികയുള്ളൂ. രണ്ടും കൺഫ്യൂഷനാണ്. ഏത് വേണം, അത് വേണോ, ഇത് വേണോ, രണ്ടും ഒരുപോലെ ഹലാലാണ്. അള്ളാഹുവിനോട് ചോദിക്കുക, റബ്ബേ ഇതിൽ ഖൈറിലേക്ക് എത്തിക്കണേ പടച്ചവനെ. എന്നിട്ട് എന്താണോ കൽബിലേക്ക് തോന്നുന്നത് അതിനനുസരിച്ച് അമല് ചെയ്യാം. ഇനി കൺഫ്യൂഷൻ ഒന്നുമില്ല. ഒരാൾ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ്, 2 റക്അത്ത് നിസ്കരിക്കുക, ഇസ്തിഖാറത്ത് നിസ്കരിക്കുക. ഒരു കുട്ടി കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്, റാഹത്താണ്, 2 റക്അത്ത് നിസ്കരിക്കുക ശുക്രായിട്ട്, ഇസ്തിഖാറത്ത്, റബ്ബേ എൻ്റെ ഈ ജീവിതം ഖൈറാക്കി തരണമേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുന്നാര നബി യുഅല്ലിമുന അൽ-ഇസ്തിഖാറത കമാ യുഅല്ലിമുന അസ്-സൂറത മിനൽ ഖുർആൻ. ഖുർആനിലെ ഒരു സൂറത്ത് പഠിപ്പിക്കുന്ന പോലെ ഇസ്തിഖാറത്തിന്റെ ദുആ നബി തങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അവിടുന്ന് പറയാറുണ്ട്,
ഇദാ ഹമ്മ അഹദുകും ബിൽ അംരി, നിങ്ങൾ ആരെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഫൽയർകഅ റകഅതൈനി മിൻ ഗൈരിൽ ഫരീള, സുന്നത്തായിട്ട് 2 റകഅത്ത് നിസ്കരിക്കണം. ثم ليقل, എന്നിട്ട് പറയണം, ദുആ ചെയ്യണം നിസ്കാരം കഴിഞ്ഞിട്ട്, اللهم إني أستخيرك بعلمك وأستقدرك بقدرتك وأسألك من فضلك العظيم فإنك تعلم ولا أعلم وتقدر ولا أقدر وأنت علام الغيوب اللهم إن كنت تعلم أن هذا الأمر خير لي في دنياي وديني وعاجل أمري وآجله ومعاشي ومعادي فاقدره لي ويسره لي وقدر لي الخير وإن كنت تعلم غير ذلك فاصرفه عني وصرفني عنه وقدر لي الخير حيث كان. പടച്ചവനെ, ഞാൻ മുന്നിട്ടിറങ്ങുകയാണ്, നിനക്കേ അറിയുകയുള്ളൂ, നിനക്കേ കഴിവുള്ളൂ റബ്ബേ, എനിക്കറിയില്ല, എനിക്ക് കഴിവുമില്ല. ഞാൻ മുന്നിട്ടിറങ്ങുന്ന ഈ വിഷയം എനിക്ക് ഖൈറും നിനക്ക് പൊരുത്തവുമാണെങ്കിൽ അല്ലാഹുവേ എനിക്ക് സാധിപ്പിച്ചു തരേണമേ. ഈ വിഷയം എനിക്ക് ഖൈറല്ലെങ്കിൽ തട്ടി ദൂരത്താക്കേണമേ എന്ന് ദുആ ചെയ്യണം. ഖുർആനിലെ സൂറത്തുകൾ നമ്മൾ ചൊല്ലി പഠിക്കൂലേ, അതുപോലെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം, നമ്മളും പഠിക്കണം പറ്റുമെങ്കിൽ. ദുആഉൽ ഇസ്തിഖാറ ഒന്ന് ഗൂഗിളിലൊക്കെ ടൈപ്പ് ചെയ്താൽ കിട്ടും. ദുആഉൽ ഇസ്തിഖാറ, ഇസ്തിഖാറ എന്ന് പറഞ്ഞാൽ ഖൈറിനെ തേടുക. ഇസ്തിഖാറ ഖൈറിനെ തേടുന്ന ദുആ. ഇതെന്തിനാണെന്നറിയോ? വരാൻ പോകുന്ന ഒരു കാര്യം, എന്നിട്ട് അതിന്റെ അവസാനം ثم رضني به, അല്ലാഹുവേ എന്താണോ പിന്നെ നീ എനിക്ക് നൽകുന്നത് അതിൽ നീ എനിക്ക് ഉറപ്പ് നൽകണമേ, പൊരുത്തം തരണമേ. അങ്ങനെ നമ്മൾ ഇറങ്ങിയതാ. ആ വിഷയത്തിൽ ചില പരീക്ഷണങ്ങൾ വരാം, അതും ഖൈറിനാണ്. അല്ലാഹു നീ എനിക്ക് തൃപ്തി തരണമേ എന്ന് ദുആ ഇറക്കാൻ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ചർച്ചകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇത് സ്വപ്നലോകത്തെ കുറിച്ചുള്ള ചർച്ചയാണ്, ആത്മാവിന്റെ വിഹാരമാണ്, ആത്മാവിന്റെ സഞ്ചാരമാണ്. യസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. നബിയേ, അങ്ങയോട് അവർ ചോദിക്കുന്നു, വയസ്അലൂനക അനിർ റൂഹി ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. നബിയെ, അങ്ങയോട് ആത്മാവ് എന്താണെന്ന് ചോദിക്കുന്നവരെ സൂറത്തുൽ കഹ്ഫ് ഇറങ്ങാനുണ്ടായ കാരണം അതാണ്. മദീനയിലെ ജൂതന്മാർ, മക്കയിലെ പെയ്ഗൻസ്, അവിടുത്തെ ബിംബാരാധകരായ ആളുകൾക്ക് ഒരു ട്രിക്ക് പറഞ്ഞു കൊടുത്തു. ഇത് ശരിയായ നബിയാണോ അല്ലയോ എന്നറിയാൻ ഞങ്ങളൊരു കാര്യം പറഞ്ഞുതരാം. 3 ചോദ്യം ആ നബിയോട് ചോദിച്ചാൽ അതിന് ഉത്തരമുണ്ടെങ്കിൽ അദ്ദേഹം ശരിയായ നബിയാണ്. 1, മാ ബാലുൽ ഫിത്യ, ഗുഹയിൽ 300 കൊല്ലത്തോളം ഉറങ്ങിയ 7 ഗുഹാവാസികളുടെ കഥ എന്താണെന്ന് ചോദിക്കൂ. പിന്നെ ചോദിക്കണം, ദുൽഖർനൈൻ ചക്രവർത്തി ആരായിരുന്നു? 3-ാമത്തേത്, ആത്മാവ് എന്താണ്? ഈ 3 ചോദ്യത്തിന് ലാ യുജീബു അൻഹാ ഇല്ലാ നബി, ഒരു പ്രവാചകന് മാത്രമേ അതിന് ഉത്തരം പറയാൻ കഴിയൂ. അതുകൊണ്ട് ചോദിക്കൂ, ഉത്തരം തന്നാൽ അവർ നബിയാണെന്ന് ഉറപ്പാണ്. തങ്ങളവിടെ ഇൻഷാ അല്ലാ ഞാൻ പറയാം എന്ന് പറയേണ്ടതിന് പകരം നിങ്ങൾക്ക് ഞാൻ ഉത്തരം തരാം എന്ന് പറഞ്ഞുപോയി. തങ്ങൾ ഇൻഷാ അല്ലാ പറയാൻ മറന്നു. അപ്പോൾ വഹി 40 ദിവസത്തോളം നീണ്ടുപോയി. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. ചോദിച്ചു, ജിബ്രീലെ, എന്തെങ്കിലും വരാൻ വൈകിപ്പോയത്? വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദാ ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ ഇല്ലാ അൻ യശാ അല്ലാഹ് വദ്കുർ റബ്ബക ഇദാ നസീത്. നബിയെ, മറന്നല്ലേ ഇൻഷാ അല്ലാഹ് പറയാൻ? എപ്പോഴും ഒരു കാര്യം അടുത്ത നിമിഷത്തിൽ നിയർ ഫ്യൂച്ചറിൽ ചെയ്യാണെന്നുണ്ടോ? ഇൻഷാ അല്ലാഹ്, ഇഫ് ഗോഡ് വിൽസ്, അല്ലാഹു തീരുമാനിക്കുകയാണെങ്കിൽ, അല്ലാഹുവിന്റെ സഹായമുണ്ടെങ്കിൽ ഞാനത് ചെയ്തിരിക്കും എന്നാണ് പറയേണ്ടത്. ചെറിയൊരു വാക്കാണ്, നമ്മളൊക്കെ എപ്പോഴും പറയാനോ മറക്കാനോ ഒക്കെ സാധ്യതയുള്ള സാധനമാണ് ഇൻഷാ അല്ലാഹ്. അത് പറയാത്തതിന്റെ പേരിൽ 40 ദിവസം വഹി വന്നില്ല. അവര് നബി തങ്ങളെ കളിയാക്കാൻ തുടങ്ങിയില്ലേ? അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം ചോദിച്ചിട്ട് പറഞ്ഞുതരാം, നാളെ. എന്ത് നാളെ? ദിവസം എത്രയായി? തങ്ങൾ വിഷമിച്ചു പോയി. പിന്നെ ഞങ്ങളുടെ ആയത്തിറങ്ങി, 110 ആയത്തുകളുള്ള സൂറയാണ് ഇറങ്ങിയത് പുണ്യ നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. വയസ്അലൂനക അനിർ റൂഹ്, അതിലുണ്ട് നബിയെ, അവർ ആത്മാവിനെ കുറിച്ച് അങ്ങയോട് ചോദിക്കുന്നു. എന്താണ്? വാട്ട് ഈസ് ദ എസൻസ് ഓഫ് സോൾ? എന്താണ് ആത്മാവ് എന്ന് പറഞ്ഞാൽ? ആത്മാവ് എന്താണ്? മരിച്ചു കിടക്കുന്ന മനുഷ്യനിൽ തലയുണ്ട്, കൈയുണ്ട്, കാലുണ്ട്, ഹാർട്ടുണ്ട്, ലിവറുണ്ട്, കിഡ്നിയുണ്ട്, കൈയും കാലും ഒക്കെ ഒരു മനുഷ്യന്റെ മയ്യത്തിന്റെ ദേഹത്തുണ്ട്. എന്താ പിന്നെ ഇല്ലാത്തത്?
റൂഹ് മാത്രമല്ല, അത് കാണാൻ പറ്റൂല. ഇറ്റ് ഈസ് അബ്സ്ട്രാക്ട്സ്, കാണാൻ പറ്റാത്ത സാധനമാണ്. അതെന്താണ്? അതിന്റെ എസൻസ്, അതിന്റെ ഉറവിടം എന്താണ്? ലാ യഅലമുഹാ ഇല്ലല്ലാഹ്. അതിന്റെ ഡീറ്റെയിൽസ് അല്ലാഹുവിന് മാത്രമേ അറിയൂ. കുറച്ച് നബി തങ്ങൾ പറഞ്ഞു തന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്ലുൽ ഇൽമിന് അറിയാം, ബാക്കി ആർക്കും അറിയില്ല. അർറുഇയാ മിനല്ലാഹി വൽ ഹുലും മിനശ് ശൈത്വാൻ. അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന സ്വപ്നങ്ങളുണ്ട്. ചില സ്വപ്നങ്ങൾ സത്യവിശ്വാസികളായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിൽ വിശ്വസിക്കുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു നൽകുന്ന ചില അറിവുകളുണ്ട്. സ്വപ്നങ്ങൾ അങ്ങനെയാണ്. ചിലത് വൽ ഹുലുമു മിനശ് ശൈത്വാൻ, നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന ചില ചോദ്യങ്ങൾ, സങ്കടപ്പെടുത്തുന്ന ചില അനുഭവങ്ങൾ. ചില സ്വപ്നങ്ങൾ കണ്ട ഭയങ്കര ടെൻഷനായി, ആ ദിവസം തന്നെ അങ്ങ് കൊള്ളാവും അല്ലേ? ഉണർന്ന സമയം അല്ലാ ഞാൻ രക്ഷപ്പെട്ട്, ഞാൻ ഉറങ്ങായിരുന്നല്ല റബ്ബേ, ഇതെങ്ങാനും ഒറിജിനലാണെങ്കിൽ എന്തായിരിക്കും? അങ്ങനെ ചിന്തിക്കുന്ന സ്വപ്നങ്ങൾ കാണാറുണ്ട്. അങ്ങനെ കണ്ടവരുണ്ടെങ്കിൽ കൈവയ്ക്കട്ടെ. എപ്പോഴെങ്കിലൊക്കെ ഓടി തളർന്ന് പേടിച്ച് പിന്നെ അങ്ങോട്ട് ഉണരുമ്പോൾ അല്ലാ രക്ഷപ്പെട്ടല്ലേ, ഉറങ്ങായിരുന്നല്ലോ. വൽ ഹുലും, അതിന് ഹുൽം എന്നാണ് പറയാ. ഹുൽം, അഹ്ലാം, അത് പിശാചാണ്. നല്ല സ്വപ്നങ്ങൾക്ക് റുഇയ എന്നാണ് പറയാ, ചീത്ത സ്വപ്നങ്ങൾക്ക് ഹുൽം എന്നാണ് പറയാ. ഹിൽം എന്ന് പറഞ്ഞ സഹനം എന്നർത്ഥമുണ്ട്, ഹുൽം എന്ന് പറഞ്ഞ സ്വപ്നമാണ്. എങ്ങനത്തെ സ്വപ്നം? പിശാച് നൽകുന്ന സ്വപ്നം. ഒരു അറാബി അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, നബിയേ ഞാനൊരു സ്വപ്നം കണ്ടു. അന്ന റഅസി ഖദ് ഖുതിഅ, എന്റെ കഴുത്ത് മുറിക്കപ്പെട്ടു നബിയേ, എന്റെ തല അങ്ങോട്ട് മുറിഞ്ഞു. കണ്ട സ്വപ്നമാണ്. ഫഹുവ യതദഹദഹു വയതദഹ്റജു അമാമി, ആ തല നബിയെ എന്റെ മുമ്പിലൂടെ ഇങ്ങനെ ഉരുണ്ടു പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ സ്വപ്നം കണ്ടത്. അതിപ്പോ എങ്ങനെ ഉണ്ടാവുക? തല മുറിഞ്ഞു പോയാൽ പിന്നെ കാണാൻ നേരം ഉണ്ടാവോ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഫഖാല ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, പിശാച് നിങ്ങളുടെ തലയിൽ കയറി കളിക്കുന്ന ഇമാതിരി കാര്യങ്ങള് നിങ്ങളാരും വിളിച്ചു പറയരുതേ. ഒരാളെ തല പോയി എന്ന് പറഞ്ഞാൽ വിഷമുള്ള കാര്യല്ലേ? ലാ തുഖ്ബിരിന്നാസ് ബിതലാഉബി ശൈത്വാനി ബിക ഫിൽ മനാം, സ്വപ്നത്തിൽ പിശാച് നിങ്ങളുടെ തലയിൽ കയറി കളിക്കുന്ന ഈ തരത്തിലുള്ള കളികൾ നിങ്ങൾ ആരോടും പറയാൻ നിൽക്കരുതേ. ഇത് ഹുൽമാണ്, ഇത് റുയയല്ല, സ്വപ്നമല്ല, ഇത് നല്ല സ്വപ്നമല്ല, ചീത്ത സ്വപ്നമാണ്. അത് ആരോടും മിണ്ടരുത്. ശ്രദ്ധിക്കണേ, നല്ല സ്വപ്നം കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരോട് പറഞ്ഞോളൂ, അൽഹംദുലില്ലാ എന്നും പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വളരെ കോൺഫിഡൻഷ്യലായ കാര്യങ്ങളാണെങ്കിൽ അത് വിശ്വസിക്കുന്നവരോട് പറഞ്ഞോളൂ. പേടിക്കുന്ന സ്വപ്നം കണ്ടു, എഴുന്നേൽക്കുമ്പോഴേക്കും ഇടത് ഭാഗത്തേക്ക് ഉമിനീരില്ലാതെ 3 തവണ എന്ന് പറഞ്ഞ് തുപ്പുക, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയാ. വലാ തുഖ്ബിർ ബിഹി അഹദ, ഒരൊറ്റ കുട്ടിനോട് ഇത് പറയാൻ പാടില്ല എന്നാണ്. ഇഷ്ടപ്പെട്ടവരോടും അല്ലാത്തവരോടും സ്വന്തം വേണ്ടപ്പെട്ടോ ആരോടും പറയണ്ട, മോശപ്പെട്ട സ്വപ്നല്ലേ. അത് പറയാതിരുന്നാൽ അതിനെ തുടർന്നുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം ഉടലിൽ നിന്ന് തല ഉരുണ്ടുപോകുന്ന സ്വപ്നം കണ്ട അറാബിയോട് പുണ്യനബി, പിശാച് നിന്നെ കൊണ്ട് ഈ കളിയൊക്കെ വിളിച്ചു പറയാ മനുഷ്യന്മാരുടെ മുമ്പിൽ വന്നിട്ട്, ഇതൊക്കെ സ്വപ്നമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇത് ഹുൽമാണ്, ഇത് പിശാചിൻ്റെതാണ്. ഹറാമ് ചെയ്യുന്നത് കാണുന്നത്, തിന്മ ചെയ്യുന്നത് കാണുന്നത്, ശരീഅത്തിന്റെ നിയമങ്ങളെ പിച്ച് ചീന്നുന്നത് കാണുന്നത്, ഇതൊക്കെ പിശാച് നൽകുന്ന ദുർബോധനങ്ങളാണ്. അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങള് പിശാചിനോട് എറിഞ്ഞോടിച്ചില്ലേ, പൊയ്ക്കോ നീ പിശാചാണ്, ഇത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഇദാ റആ അഹദുകും റുഅയൻ യുഹിബ്ബുഹാ ഫഇന്നമാ ഹിയ മിനല്ലാഹ്. സ്വഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസാണിത്. നിങ്ങൾക്ക് സന്തോഷമുള്ള ഒരു സ്വപ്നം നിങ്ങൾ കാണുകയാണെങ്കിൽ ആ സ്വപ്നം അല്ലാഹുവിൽ നിന്നുള്ളതാണ്. വഇദാ റആ റുഅയാ യക്റഹുഹാ, വെറുപ്പുളവാക്കുന്ന വിഷമമുണ്ടാക്കുന്ന സ്വപ്നം കാണുന്നത് ഫഇന്നമാ ഹിയ മിനശ് ശൈത്വാൻ, അത് പിശാചിൽ നിന്നുള്ളതാണ്. മുഅ്മിനീങ്ങൾക്ക് ഇനി ബാക്കിയുള്ളത്, ഹബീബായ നബി തങ്ങളുടെ കാലശേഷം ഇനി ബാക്കിയുള്ളത് സത്യസന്ധമായ സ്വപ്നങ്ങളാണ്. വെറുതെ സ്വപ്നങ്ങൾ അടിച്ച് മക്കയിൽ ഇന്ന ഇമാമ് കണ്ടു, ഇന്ന കാര്യം, ഈ പേപ്പർ 90 കോപ്പി എടുക്കുക, എന്നിട്ട് വിതരണം ചെയ്യുക, ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ വീട് തീ പിടിക്കും. വെറുതെ പച്ച നോണുണ്ടാക്കി ഇവിടെ എല്ലാ കാലത്തും ഉണ്ട്. ഇവിടെ കിട്ടാറുണ്ട് അങ്ങനെ? ഇപ്പൊ കുറഞ്ഞിക്കണോ അല്ലേ?
മക്കത്ത് അങ്ങനത്തെ ഇമാമിനെ ഉണ്ടാവില്ല, ആ ഇമാം അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അത് ഹറമിലെ ഇമാം ഷെയ്ഖ് അഹമ്മദ് കണ്ടു എന്നാ പറഞ്ഞു. അങ്ങനെ അവർക്ക് പണ്ട് വായിച്ചു നോക്കിയാവോ. അന്ന് ഷെയ്ഖ് അഹമ്മദ് ഉണ്ട് അവിടെ ഹറമില്. മൂപ്പര് പറയാം, പൊന്നാര മക്കളെ ഞാൻ അറിയും കൂടി ഇല്ല ഈ സംഭവം എന്ന്. മൂപ്പര് പേര് അടിച്ചിരക്കെ ഹറം ഇങ്ങനെ കണ്ട് ക്യാമനാൾ ആകാനായിട്ടുണ്ട്, അതുകൊണ്ട് ഇത് എല്ലാവരും ഈ നോട്ടീസ് എല്ലാവർക്കും അറിയിച്ചു കൊടുത്തേക്ക്. ഇത് ഇത്ര ആൾക്ക് അറിയിച്ചു കൊടുത്ത എത്ര കൂലിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ പെരുത കുട്ടി മരിക്കും. അപ്പോൾ പേടിച്ച് എല്ലാവരും ഫോട്ടോ കോപ്പി എടുക്കാൻ പോവുകയാണ്. ഏതോ ഫോട്ടോ കോപ്പിയറിന് കച്ചവടം നടക്കാത്തതുകൊണ്ട് ഇതുണ്ടാക്കി വിടണായിരിക്കും ചിലപ്പോൾ. അള്ളാഹു ആലം. ഉള്ളതേ പറയാവൂ, നുണ പറയരുത്. الرؤيا الحسنة من الرجل الصالح جزء من 46 جزءا من النبوة. സത്യസന്ധനായ മനുഷ്യൻ, കാണുന്ന ആള് നന്നാവണം, അതൊരു കണ്ടീഷനാണ്. നല്ല മനുഷ്യൻ, സ്വാലിഹായ ഒരു മനുഷ്യൻ കാണുന്ന സത്യസന്ധമായ സ്വപ്നം, അത് അല്ലാഹുവിന്റെ ഹബീബിന് നൽകപ്പെട്ട നുബുവത്തിന്റെ 46 അംശങ്ങളിൽ പെട്ട ഒരംശമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബി ലോകത്തോട് വിട പറയാൻ പോകുന്ന റബീഉൽ അവ്വൽ 12ന്റെ ആ ഒരു രാവിലത്തെ സുബ്ഹി നിസ്കാരത്തിന്റെ നേരം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷീണിച്ച് തളർന്നു കിടക്കുകയാണ്. എഴുന്നേൽക്കാൻ ഹബീബിന് കഴിയുന്നില്ല. ജമാഅത്തിന് പോകാൻ ഒരു ഡോർ തുറക്കേണ്ടത് റൂമിന്റെ അതിര് പള്ളിയാണ്, പക്ഷേ മസ്ജിദിലേക്ക് കടക്കാൻ ഹബീബുകൾക്ക് സാധിക്കുമായിരുന്നില്ല. പനി പിടിച്ച് വിറക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ആയിഷ, നിങ്ങൾ ജനലിന്റെ കർട്ടൻ ഒന്ന് നീക്കി തരുമോ? കിടക്കുന്ന നബി തങ്ങൾക്ക് ആ ഹൈറ്റ് ഇല്ലാത്ത കൊച്ചു വീടിന്റെ ഉള്ളിന്റെ ജനലിലൂടെ നോക്കിയാൽ മസ്ജിദിൽ നിസ്കരിക്കുന്ന സ്വഹാബികളെ കാണാമായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബിനെ കാണാൻ വേണ്ടി മസ്ജിദിന്റെ ഭാഗത്തേക്കുള്ള ജനലിന്റെ ആ ഒരു ചെറിയ തുണിയുടെ മറയങ്ങ് നീക്കിക്കൊടുത്തു. പുണ്യ നബി കാണുന്നത് സ്വഹാബിമാർ സുബഹിക്ക് നിസ്കരിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമ് നിൽക്കുമ്പോൾ അതിന്റെ പിറകിൽ സ്വഹാബിമാർ അന്ന് നബി തങ്ങൾ എങ്ങനെയാണോ നിസ്കരിക്കാൻ പഠിപ്പിച്ചത് അതുപോലെ നിന്ന് നിസ്കരിക്കുകയാണ്. 23 കൊല്ലം ഹബീബിന്റെ കൂടെ നുബുവത്തിന്റെ നേർസാക്ഷികളായി ജീവിച്ച അനുചരന്മാർ അവരാരും വിശ്വസിച്ചില്ല ഹബീബായ നബി തങ്ങൾ അത്ര പെട്ടെന്ന് അവരോട് യാത്ര പറയുമെന്ന്. 63 വയസ്സാകുന്നല്ലേ ഉള്ളൂ. ഹബീബായ നബി തങ്ങൾ പുഞ്ചിരിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പുഞ്ചിരിയുടെ കാരണം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത് സുബ്ഹിക്ക് നിസ്കരിക്കാൻ അവൾ വന്നത് കണ്ടപ്പോഴാണ്. റളിയല്ലാഹു അലൈഹിം അജ്മഈൻ. പുണ്യനബി തങ്ങൾ ഈ ഉമ്മത്തിനെ കണ്ട് അവസാനം സന്തോഷിച്ചത് നിസ്കാരത്തിന് ജമാഅത്ത് നിൽക്കുന്ന സുബ്ഹി നിസ്കാരത്തിന്റെ ജമാഅത്തിന് കണ്ടപ്പോഴാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഹബീബ് പുഞ്ചിരിച്ചപ്പോൾ സ്വഹാബിമാരുടെ സന്തോഷം, നിസ്കരിക്കാൻ വരുന്നവർ നബിയെ കാണുന്നുണ്ട്. ഹബീബ് വരും, ഹബീബ് തിരിച്ചു വരും, ഞങ്ങളിലേക്ക് തിരിച്ചു വരും, ഹബീബിന്റെ സുഖം മാറും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രതീക്ഷയിലാണവര്. കർട്ടനങ്ങ് മൂടി വെച്ച് നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ, ലം യബ്ഖ മിനൻ നുബുവ്വതി ഇല്ലൽ മുബശ്ശിറാത്ത്. ആയിഷ, ഇനി പ്രവാചകത്വം നുബുവത്ത് അവസാനിക്കുകയാണ് എന്ന് നബി തങ്ങൾ പച്ചയിൽ പറഞ്ഞില്ല. തങ്ങൾ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, ലം യബ്ഖ മിനൻ നുബുവ്വതി ഇല്ലൽ മുബശ്ശിറാത്ത്. സന്തോഷം നൽകുന്ന സ്വപ്നങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ നുബുവത്തിൽ നിന്ന്. പ്രവാചകത്വം അവസാനിക്കുകയാണ് ആയിഷ എന്നതിന്റെ സൂചനയാണ്. ഞാൻ ലോകത്തോട് യാത്ര പറയുകയാണെന്നതിന്റെ ഉത്സാരമാണ്. ഞാൻ ലോകത്തോട് യാത്ര പറയുമ്പോൾ നുബുവത്തിന്റെ ഖാതിമുൻ നബിയീൻ, പ്രവാചകന്മാരുടെ അന്തിമ ഖണ്ഡിയാണ് മുറിഞ്ഞു പോകുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പോവുകയാണ് ആയിഷ. ഇനി എന്റെ കാലശേഷം സത്യസന്ധമായ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, അതേ ഇനി ബാക്കിയുള്ളൂ. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, അർറുയ സ്വാലിഹ യറാഹ റജുലു ഔ തുറാലഹു. സത്യസന്ധമായ സ്വപ്നം സജ്ജനങ്ങളായ ആളുകൾ കാണുകയോ അവർക്ക് കാണിക്കപ്പെടുകയോ ചെയ്യുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ അവസാനം പറഞ്ഞ ഹദീസുകളിൽ പെട്ടതാണ്. ഞാൻ പോവാണ്, ഇനി നിങ്ങൾക്ക് സത്യസന്ധമായ സ്വപ്നങ്ങളിലൂടെ അള്ളാഹു വിവരങ്ങൾ നൽകും. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിനെ ഏൽപ്പിക്കുകയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കണ്ട സ്വപ്നങ്ങളൊക്കെയും സത്യമായിരുന്നു. റുഅയൽ അംബിയാഇ ഹഖ്ഖുൻ, പ്രവാചകന്മാരുടെ സ്വപ്നങ്ങൾ മുഴുവനും സത്യമാണ്, സത്യസന്ധമാണ്.
ആ സ്വപ്നങ്ങളിൽ നബിയെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. ഹബീബായ തങ്ങളെ കാണാൻ കഴിയണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹു ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങൾ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അവർക്ക് പേടിക്കേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതുമില്ല. ആരാണവർ? അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. ഈമാനുള്ള ആളുകളാണ്, അല്ലാഹുവിൽ മനസ്സുറച്ച് വിശ്വസിച്ചവരാണ്. ആ ഈമാൻ അല്ലാഹു നമുക്ക് നൽകട്ടെ. നല്ല ഈമാൻ വേണം, അതുകൊണ്ട് മാത്രമേ രക്ഷപ്പെടാൻ കഴിയൂ. വകാനൂ യത്തഖൂൻ. അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവരാണ്, അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയിൽ ജീവിക്കുന്നവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. ഇത് കഴിഞ്ഞിട്ട് സ്വപ്നത്തെ കുറിച്ചാണ് പറയുന്നത്. ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറഹ് ലാ തബ്ദീല ലികലിമാത്തില്ലാഹ് ദാലിക ഹുവൽ ഫൗസുൽ അദീം. അവർക്ക് ഈ ലോകത്ത് സന്തോഷമുണ്ട്, നാളെ പരലോകത്തും സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ ലഹുമുൽ ബുശ്റാ എന്നതിന്റെ അർത്ഥം അർറുഇയ സ്വാലിഹ. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു അതിനെ വ്യാഖ്യാനിച്ചത് സത്യസന്ധമായ സ്വപ്നം എന്നാണ്. ദുനിയാവിൽ അല്ലാഹുവിന്റെ ഔലിയായിന് സന്തോഷം നൽകുന്ന സ്വപ്നങ്ങൾ അല്ലാഹു നൽകും. എന്നാൽ നാളെ പരലോകത്തേക്ക് എത്തിയാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ സ്വർഗ്ഗലോകം അവർക്ക് സമ്മാനിക്കുകയാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ എത്രയോ ഹബീബിന്റെ സ്വപ്നങ്ങളുണ്ട്. മഹാനായ ഹബീബായ തങ്ങൾ ഉമ്മു ഹറാം ബിൻതു മിൽഹാൻ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വന്നിരിക്കുന്നു. നബി തങ്ങളുടെ അമ്മായിയാണ് അവരെ, നബി തങ്ങളുടെ ബന്ധുവാണ്, ഉമ്മ വഴിക്കുള്ള അമ്മായിയാണ് ഉമ്മു ഹറാം ബിൻതു മിൽഹാൻ റളിയല്ലാഹു അൻഹ. ചില യുക്തിവാദികളെങ്കിലും നബി തങ്ങൾ ഈ ഉമ്മു ഹറാം ബിയുടെ വീട്ടിൽ പോയ കഥ അവരതൊക്കെ വായിക്കുമല്ലോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഏതോ പെണ്ണിന്റെ വീട്ടിൽ പോയി താമസിച്ചു എന്നാ അവര് അതിനെപ്പറ്റി പറയാ. പച്ചനുണ പറയാ. ഹബീബിന്റെ അമ്മായിയല്ലേ, തങ്ങൾക്ക് പോയിക്കൂടെ? അന്നൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നാമ ഇൻദഹാ. ഒരു പകൽ സമയം നബി തങ്ങൾ ആ വീട്ടിൽ പോയി ഉറങ്ങിയിട്ടുണ്ട്, ഉമ്മു ഹറാം ബിൻതു മിൽഹാൻ റളിയല്ലാഹു അൻഹയുടെ വീട്ടില്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു തങ്ങൾ. വഹുവ യദ്ഹഖു. തങ്ങൾ കണ്ട ഒരു സ്വപ്നം കണ്ട് നബി തങ്ങൾ ചിരിക്കുകയായിരുന്നു. ഫഖാലത് ലഹു ഉമ്മു ഹറാം ബിൻതു മിൽഹാൻ ബീവി തങ്ങളോട് ചോദിച്ചു, എന്തൊരു മനോഹരമായ ചോദ്യം. ബി അബീ അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്. സ്വഹാബത്തിന്റെ വാക്കുകളാണത്. നബിയെ എന്ന് വിളിക്കുന്നതിന് പകരം അതിന്റെ മുമ്പ് എന്റെ ഉപ്പയും എന്റെ ഉമ്മയും നബിയെ അങ്ങേക്കു ദണ്ഡമാണ് എന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മാനും വാപ്പായും തരാം, എനിക്ക് അങ്ങയെ വേണം നബിയെ, അങ്ങ് ജീവിച്ചിരിക്കണം. എന്റെ മാതാപിതാക്കളെക്കാളേറെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു നബിയെ എന്നാണ് ആ വാക്കിനർത്ഥം. ബി അബീ അൻത വ ഉമ്മി യാ റസൂലല്ലാഹ് മാ യുദ്ഹികുക. എന്തിനാണ് അങ്ങ് ചിരിക്കുന്നത് നബിയെ? പുണ്യ നബിയുടെ മറുപടി വന്നു, ഖൗമും മിൻ ഉമ്മത്തി ഉരിദു അലയ്യ യർകബൂന സബജ ഹാദൽ ബഹർ. നമ്മുടെ അടുത്തുള്ള സമുദ്രത്തിന്റെ മധ്യത്തിലൂടെ യാത്ര ചെയ്യുന്ന എന്റെ അനുയായികളെ അല്ലാഹു എനിക്ക് കാണിച്ചു തന്നു. ഗുസാതൻ ഫീ സബീലില്ലാഹ്. ധർമ്മം സ്ഥാപിക്കുവാൻ വേണ്ടി, തിന്മകളെ ഉച്ചാടനം ചെയ്യാൻ വേണ്ടി യാത്ര ചെയ്യുന്ന അല്ലാഹുവിന്റെ ദീനിന്റെ ഉശിരുള്ള ആളുകൾ, എന്റെ ഉമ്മത്തികൾ കടലിന്റെ നടുക്കടലിൽ യാത്ര ചെയ്യുന്നത് അല്ലാഹു എനിക്ക് കാണിച്ചു തന്നു. തങ്ങൾ കടൽ കണ്ടിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ കടൽ കണ്ടിട്ടില്ല, കപ്പൽ കണ്ടിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ എത്രയാണ് കടലിനെ കുറിച്ച് ഖുർആനിൽ വന്ന പരാമർശങ്ങൾ. തങ്ങൾ കണ്ടിട്ടില്ലല്ലോ, കടൽ കണ്ടിട്ടില്ല തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസ് ഖുർആനിലേ പറയുന്നതൊക്കെ, വഹിയല്ലേ പറയുന്നത്. യർകബൂന സബജ ഹാദൽ ബഹർ ഐ വസത ഹാദൽ ബഹർ. സമുദ്രത്തിന്റെ മധ്യം, അതിനാണ് സബജ് എന്ന് പറയാം. സമുദ്രത്തിന്റെ മധ്യത്തിലൂടെ എന്റെ അനുയായികൾ മരുഭൂമിയിലൂടെ നടന്ന പോലെ അവര് മുലൂകൻ അലൽ അസിറ. ആ കപ്പലുകളിൽ ബെഡ് ഉണ്ടാവും, ബെഡുകളിൽ രാജാക്കന്മാരിയ്ക്കുന്ന പോലെ ഇസ്സത്തോടെ, പേടിക്കാതെ, ആശ്വാസത്തോടെ എന്റെ ഉമ്മത്തികൾ യാത്ര ചെയ്യും ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി. ആ ഒരു കാര്യം അല്ലാഹു എനിക്ക് കാണിച്ചു തന്നു. ഉമ്മു ഹറാം ബീവി ചോദിച്ച ചോദ്യം എന്താണെന്നറിയുമോ?
ഉദ്ഉല്ലാഹ അയ്യജഅലനി മിൻഹും. നബിയേ, ആ യാത്രാ സംഘത്തിൽ എനിക്കും പോകാൻ അവസരം വേണം, എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ, എനിക്കും ആ കപ്പൽ കയറി പോണം, അതൊരാഗ്രഹമാണ്. നബി തങ്ങൾ പറഞ്ഞു, അൻതി മിൻഹും ഉമ്മു ഹറാം ബിൻതു മിൽഹാനെ, നിങ്ങൾ ആ സംഘത്തിലുണ്ട്, നിങ്ങൾ ആ സംഘത്തിലുണ്ട്. അങ്ങനെ തങ്ങൾ സുമ്മനാം, കുറച്ചുകൂടെ അവിടെ കിടന്നു, ഉറങ്ങിയിരുന്നു ഒരു അല്പം ഉറക്കം. വസ്തൈഖള മറതൻ ഉഖറാ വഹുവ യൽഹഖ്, ചിരിച്ചുകൊണ്ട് വീണ്ടും നബി തങ്ങൾ എഴുന്നേറ്റു. അപ്പോഴും ബീവി ചോദിച്ചു, നോക്കണം, നബി തങ്ങൾ എഴുന്നേൽക്കുന്നത് നോക്കി നിൽക്കുകയാണ് അവര്. ഹബീബിന്റെ ഉറക്കം നഷ്ടപ്പെടാതെ പുണ്യനബിയെ കാണുകയാണവര്. അവിടുന്ന് ചിരിക്കുന്നതും കരയുന്നതും ഹദീസുകളാണ്, അവിടുത്തെ വാക്കുകൾ ഹദീസുകളാണ്, ചിന്തകളും അനക്കവും നടന്നതും ഹദീസാണ്. എല്ലാം ഡോക്യുമെന്റഡ്, എല്ലാം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. ബീവി ചോദിച്ചു, നബിയേ, മാ യുദ്ഹികുക ബിഅബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്, നബിയേ, എന്താണ് അങ്ങ് ചിരിക്കാൻ കാരണം? അപ്പൊ തങ്ങൾ വീണ്ടും പറഞ്ഞു ഇത് തന്നെ. ഖൗമും മിൻ ഉമ്മതി ഉരിളു അലൈ യർകബൂന തബജ ഹാദൽ ബഹർ ബഹരി മുലൂകൻ അലൽ അസിറ, രാജാക്കന്മാരെ പോലെ കുഷ്യനുകളിൽ കൈകുത്തി നിന്നിട്ട്, സോഫകളിൽ ഇരുന്നിട്ട് കപ്പലുകൾ കയറി ദീനിന്റെ ദഅവത്തിന് വേണ്ടി യാത്ര പോകുന്ന എന്റെ അനുയായികളെ അല്ലാഹു എനിക്ക് കാണിച്ചു തന്നു. ബീവി അപ്പോഴും ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ, രണ്ടാമത് പോകുന്ന ആ സംഘത്തിൽ എന്നെ ഉൾപ്പെടുത്തേണമേ. അപ്പൊ തങ്ങൾ പറഞ്ഞു, ഇല്ല, അൻതി മിനൽ അവ്വലീൻ, ആദ്യം പോകുന്ന സംഘത്തിൽ നിങ്ങളുണ്ട്, രണ്ടാമത്തെ സംഘം പോകുമ്പോ നിങ്ങൾക്കതിന്റെ ഭാഗ്യം ഉണ്ടാവില്ല. ഉമ്മു ഹറാം, അവരുടെ ഭർത്താവാണ് മഹാനായ സ്വഹാബി ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹു. ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ കപ്പൽ കയറി ധർമ്മസമരത്തിന് പോയ മഹദിയാണ് ഉമ്മു ഹറാം ബീവി റളിയല്ലാഹു അൻഹാ. ആ ഒന്നാമത്തെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഒട്ടകപ്പുറത്ത് ഇറങ്ങുന്ന സമയത്ത് താഴെ വീണ് കഴുത്തൊടിഞ്ഞ് വഫാത്താവുകയാണ്. വമാതത് റളിയല്ലാഹു അൻഹാ. രണ്ടാമത്തെ യാത്രയിൽ പോവാൻ കഴിഞ്ഞിട്ടില്ല. ആദ്യത്തെ യാത്രയെ നിങ്ങൾക്കുള്ളൂ, നിങ്ങൾ ആദ്യത്തെ സംഘത്തിലുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞത് അതുപോലെ സംഭവിച്ചു. കാരണം വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അല്ലാഹു നൽകുന്ന ദിവ്യബോധനമല്ലാതെ തോന്നിയത് പറയുന്നവരല്ല മുഹമ്മദ് റസൂലുള്ളാഹി എന്ന നമ്മുടെ കരളിന്റെ കരളായ ഹൃദയത്തിന്റെ കഷ്ണമായ നമ്മുടെ ജീവന്റെ ജീവനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മുൽ അലാഉൽ അൻസ്വാരിയ എന്ന മഹദി മദീനക്കാരിയായ അൻസ്വാരിയത്തായ ഉമ്മയാണ്. അവര് പറയുന്നു, മുഹാജിറുകൾ, മക്കക്കാരായ മുസ്ലിമീങ്ങൾ മക്ക എന്ന നാട് ഉപേക്ഷിച്ച് മദീനയിലേക്ക് വന്നപ്പോ ഫത്വാറ ലനാ ഉസ്മാൻ ഇബ്നു മദ്ഊൻ, ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിനെ ഞങ്ങൾക്കാണ് കിട്ടിയത്. യഖ്തസമൽ അൻസ്വാറുൽ മുഹാജിരീൻ, മുഹാജിറുകളെ അൻസ്വാരികൾ ഏറ്റെടുക്കുക ചെയ്ത്. ഒരു നാട്ടിലെ മഹല്ലിലൊക്കെ ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. ഒരു മുതലാളി ഒരു പാവപ്പെട്ട വീട്ടുകാരെ ഏറ്റെടുക്കുക, അവരുടെ ഭക്ഷണം, അവർക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ സഹായിക്കാൻ പറ്റുന്ന ആളാണ്. നിങ്ങൾ ഈ വീട്ടുകാരുടെ കാര്യം നോക്കണേ, നിങ്ങൾ ഈ വീട്ടുകാരെ നോക്കണേ. ഓരോ മഹല്ലിലും കഴിവുള്ളവർ കഴിവില്ലാത്ത ഒരു വീട്ടുകാരെ ഏറ്റെടുത്താൽ നമുക്ക് കൂട്ടമായി ചെയ്യുന്ന ഈ ഒരു ചാരിറ്റിയിലൊക്കെ വലിയൊരു ആശ്വാസം കിട്ടും. അവർ ശ്രദ്ധിച്ചോളും. തങ്ങൾ ചെയ്ത് അങ്ങനെയാണ്. മദീനയിൽ ഒരു അൻസ്വാരിയോട് പറഞ്ഞു, നിങ്ങളൊരു മുഹാജിറിനെ ഏറ്റെടുക്കണം. ഓരോ അൻസ്വാരിയും ഓരോരോ മുഹാജിറിനെ ഏറ്റെടുത്തു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഉമ്മുൽ അലാ ബീവി പറയുന്നു, ഞങ്ങൾക്ക് കിട്ടിയ മുഹാജിറാണ് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു. അവരുടെ ഒരു ചരിത്രം വേറെയുണ്ട്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്നവരുടെ ഖുർആനിലെ ഒരു ആയത്ത് ഇറങ്ങിയപ്പോഴാണ് എനിക്ക് എൻ്റെ ഈമാൻ ഖൽബിൽ ഉറച്ചത് എന്ന് പറഞ്ഞ സ്വഹാബി. ഭയങ്കര ബുദ്ധിമാനിയായിരുന്നു. നബി നിങ്ങൾ കാണുമ്പോഴൊക്കെ ഉസ്മാൻ ഇബ്നു മദ്ഊൻ, നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇസ്ലാം വിശ്വസിക്കാതെ പോവരുത് കേട്ടോ. നിങ്ങളൊക്കെ ഇസ്ലാം സ്വീകരിക്കാതെ പോവാന്ന് പറഞ്ഞ എന്താണ്? ഇസ്ലാം നിങ്ങൾക്ക് വളരെ അപ്പീലിംഗ് അല്ലേ? നിങ്ങൾക്കിത് മനസ്സിലാവുന്നില്ലേ? വേറെ ആരും പോട്ടെ, നിങ്ങൾ ബുദ്ധിയുള്ള ആളല്ലേ? ഞങ്ങൾ ഇടക്കിടക്ക് ഇങ്ങനെ പറയുന്ന ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്നവർ പറഞ്ഞു, ഞാനന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഞാൻ വിശ്വസിച്ചു. തങ്ങൾ ഇങ്ങനെ ഇടക്കിടക്ക് ചോദിക്കും, ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്താ തീരുമാനമായോ?
അങ്ങനെ ചോദിക്കണം. فلما نزل حتى نزل قول الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ഈ ആയത്ത് ഇറങ്ങിയപ്പോഴാണ് എൻ്റെ ഖൽബിൽ ഈമാൻ ഉറച്ചുപോയത് എന്ന് ഉസ്മാൻ ഇബ്നു മദ്ഊൻ ഈ സ്വഹാബി പറഞ്ഞതാ. അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. വെള്ളിയാഴ്ച ജുമുഅക്ക് നമ്മൾ കേൾക്കുന്ന ആയത്താണിത്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഈതാഇ ദിൽ ഖുർബാ. അല്ലാഹു നിങ്ങളോട് നന്മ ചെയ്യാൻ പറയുന്നു, നീതി ചെയ്യണമെന്ന് പറയുന്നു, നിങ്ങളുടെ ബന്ധുക്കളെ നോക്കണേ എന്ന് പറയുന്നു. അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു, കുടുംബക്കാരെ നോക്കണം, നീതി ചെയ്യണം. ഇഹ്സാൻ, സർവ്വ മനുഷ്യർക്കും സർവ്വ ജീവികൾക്കും നന്മ ചെയ്യണം, നിങ്ങൾ ഉപദ്രവം ചെയ്യേണ്ടവരല്ല. വയൻഹാ, അല്ലാഹു നിങ്ങളോട് ചെയ്യരുതെന്ന് പറയുന്നു. അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി, വ്യഭിചാരവും തോന്നിവാസവും അതിക്രമവും നിങ്ങൾ ചെയ്യരുത്. ഇത് മൂന്നും ഒരുമിച്ച്. വൽ ബഗി യഅലുക്കും ലഅല്ലക്കും, അങ്ങനെയല്ല. വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി, അവിടെ വഖഫ് ചെയ്യാ. യഅലുക്കും ലഅല്ലക്കും തദക്കറൂൻ. നിങ്ങൾ അറിയാതെ ചിലപ്പോൾ വൽ ബഗി യഅലുക്കും അങ്ങനെ പറഞ്ഞു പോകാറുണ്ട്. യഅലുക്കും ലഅല്ലക്കും തദക്കറൂൻ. അല്ലാഹു നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് ഓർമ്മ വരാൻ വേണ്ടി. ഈ ആയത്തിറങ്ങിയപ്പോൾ അതിൻ്റെ ഒരു മനോഹാരിത, അതിൽ പറഞ്ഞ 3 ചെയ്യണമെന്ന് പറഞ്ഞത്, 3 ചെയ്യരുത് എന്ന് പറഞ്ഞത്, ആ ആയത്തിന്റെ ഹിക്മത്ത് കണ്ടപ്പോ മഹാൻ അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ ആ ആയത്തിറങ്ങിയപ്പോഴ എൻ്റെ ഖൽബിലേക്ക് ഈമാൻ തുളച്ചു കയറിയത് എന്ന് പറയാറുണ്ട് മഹാനായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ. ധാരല്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളല്ലേ. പിന്നെ കഅബിന്റെ താക്കോലുകാരനായ ഉസ്മാൻ ഇബ്നു ത്വൽഹയുണ്ട് റളിയല്ലാഹു അൻഹു, അത് മറ്റൊരു ഉസ്മാനാണ് റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ഇബ്നു ത്വൽഹ, ഇത് ഉസ്മാൻ ഇബ്നു മദ്ഊൻ. പിന്നെ നമ്മളെ ഖലീഫയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. 3 ഉസ്മാൻമാർ ഇപ്പൊ തന്നെയായി, വേറെയും ഉസ്മാൻമാരുണ്ട് സ്വഹാബികളിൽ റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ. മഹാനായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു ഒരുപാട് നിസ്കരിച്ചിരുന്ന സ്വഹാബിയാണ്. ഇമാം ബുഖാരി ധരിക്കുകയാണ്, സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. മഹാനവറുകളുടെ നിസ്കാരവും ഇബാദത്തും ഉമ്മുൽ അലാ ബീവി ഇങ്ങനെ പറയാൻ റളിയല്ലാഹു അൻഹാ. അങ്ങനെ രോഗബാധിതനായി മരിക്കുകയാണ്, വഫാത്താവുകയാണ് മഹാനായ സ്വഹാബി ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു. മദീനയിൽ പുണ്യനബി കാണാൻ വന്നു. അപ്പൊ ഉമ്മയെ പോലെ ഉമ്മയുടെ സ്ഥാനത്താണ്. ആ മോനെ മക്കയിൽ നിന്ന് വന്ന ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്നവരെ മദീനയിലെ മുതലാളിമാർ അല്ലെങ്കിൽ മദീനയിലെ അൻസ്വാരികൾ, കൃഷിക്കാർ, അവരങ്ങ് സ്വീകരിച്ചതാണ്. അപ്പൊ ആ വീട്ടുകാരനായി മാറിയിരിക്കുകയാണ്. അപ്പൊ നല്ല ഇഷ്ടമായിരുന്നു ഈ ഉമ്മാക്ക് ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്നവരെ. നല്ല മോന, നല്ല ഇബാദത്താണ്, നല്ല അള്ളാഹുവിനെ ഭയപ്പെടുന്ന മോനാണ്. പുണ്യ നബി തങ്ങൾ വന്നു, മയ്യത്ത് കാണാൻ വേണ്ടി ഹബീബായ നബി തങ്ങൾ വന്നു. ഫകശഫ അൻ വജ്ഹി, മയ്യത്തിന്റെ മുഖം മൂടി വെച്ചിരിക്കുന്നു കഫം പുട കൊണ്ട്. അള്ളാഹു നമുക്ക് ആ നേരൊക്കെ കലിമ ചൊല്ലി മരിക്കാൻ ഭാഗ്യം നൽകട്ടെ. നമ്മളിങ്ങനെ കിടക്കുമ്പോൾ മുഖം നോക്കാനൊക്കെ ആൾക്കാർ വരൂലേ. അങ്ങനെയാണ് അള്ളാഹു നമുക്ക് അവസരം ഒരുക്കുന്നതെങ്കിൽ മുഅ്മിനീങ്ങളുടെ അടയാളങ്ങൾ അള്ളാഹു നമ്മളിൽ കാണിച്ചു തരട്ടെ. അള്ളാഹു നമുക്ക് ആഖിറത്തിൽ വിജയിക്കുന്ന ഭാഗ്യം നൽകട്ടെ. ഫകശഫ അൻ വജ്ഹിഹി വഖബ്ബല. നല്ല മനുഷ്യന്മാർ മരിച്ചു കിടക്കുമ്പോൾ അവരുടെ നെറ്റിത്തടത്ത് ഉമ്മ വെക്കണം. സ്വാലിഹീങ്ങളെ പുണ്യനബി തങ്ങൾ ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്നവരുടെ മുഖത്തുനിന്ന് കഫംപുട നീക്കിയിട്ട് നെറ്റിയിൽ ഉമ്മ വെച്ചു. വബകാ, പുണ്യനബി കരഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്തിപ്പറ്റ ഇവിടെ അടുത്താണല്ലേ. അത്തിപ്പറ്റ ഉസ്താദ് വഫാത്താകുന്ന ദിവസം അന്ന് ഞങ്ങൾ പയ്യയ്ക്ക് മംഗലാപുരം ഭാഗത്ത് ഒരു പ്രോഗ്രാം വാല് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇതുപോലൊരു സമയത്താണ് ഉസ്താദ് വഫാത്തായി എന്നുള്ള വിവരം അറിയുന്നത്. ഞാൻ ഓർത്തു പോവുകയാണ്, അല്ലാഹു മഹാനവറുകളുടെ കൂടെ നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ, സമസ്തകളുടെ ജമീഅത്തുൽ ഉലമയുടെ, നമ്മുടെ ദീനിൻ്റെ സഹകാരികളും ഉമറാക്കളും ഖാദിമീങ്ങളും ഒക്കെയായ മുഹിബ്ബീങ്ങളായ ഒരുപാട് ആളുകൾ മരിച്ചുപോയി. നമ്മുടെ മാതാപിതാക്കളും ബന്ധുക്കളൊക്കെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവരുടെയൊക്കെ കൂടെ സ്വർഗ്ഗത്തിലെത്താൻ അല്ലാഹു നമുക്കും ഭാഗ്യം നൽകട്ടെ. ഇതെങ്ങനെയെന്നറിയോ, ജയിലിൽ കുറേ ആൾക്കാരെ പിടിച്ച് കൊല്ലാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ തൂക്കിലേറ്റാൻ വേണ്ടി തീരുമാനിച്ച് കൂട്ടിലാക്കിയിട്ടേ ഓരോ ദിവസം ഓരോരുത്തരുടെ മുഖം പൊത്തി കൊണ്ടുപോകും. നാളെ ഞാനായിരിക്കുമെന്ന് വിചാരിക്കും. അതുപോലെ നമ്മളിരിക്കണ ഇരുത്തം. ഓരോരുത്തരും മരിക്കുമ്പോൾ നാളെ നമ്മളാണോ നമുക്കറിയില്ല. അത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഇടക്കാപ്പോൾ ഈ കച്ചറയും ഗുൽമാനൊക്കെ നമ്മൾ കൂടാൻ നിൽക്കുന്നത്. ഇതിൻ്റെ ഇടക്കാണ് നമ്മൾ അധികാരത്തിൻ്റെ വടംവലിയും അവകാശവാദങ്ങളും അതും ഇതൊക്കെ പറഞ്ഞു നടക്കണത്. നാളെ നമ്മളാണോ എന്നറിയില്ല.
എത്ര ദുർബലരാണ് നമ്മൾ എന്ന് ആലോചിച്ച് നോക്കി. എത്ര ദുർബലരാണ്. നാളെ എന്നെ തൂക്കിയിലേറ്റുമോ എന്ന് പേടിക്കുന്ന കൂടെയുള്ള ആളുകളുടെ ആ ഒരു ബോധത്തിലാവണം നമ്മൾ ജീവിക്കേണ്ടതെന്നാണ്. മഹാനായ ഉസ്താദ് വഫാത്തായപ്പോഴേ സാധാരണ ഉസ്താദിന് അല്ലയിൽ നിന്ന് ഒരുപാട് കാലം ഉസ്താദ് അല്ലയിലുള്ള സമയത്ത് അവിടെ സ്വലാത്തിന് ഉസ്താദിൻ്റെ മജ്ലിസിൽ പലതവണ പോകാറുണ്ടായിരുന്നു. ഉസ്താദിനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഉസ്താദിന് വലിയ ഇഷ്ടമായിരുന്നു. എല്ലാവരും ഉസ്താദിന് ഇഷ്ടമാണ്. എല്ലാവരും ഉസ്താദിന് ഇഷ്ടമാണ്, ചെറിയവരും വലിയവരൊക്കെ. അങ്ങനത്തെ ഒരു വലിയ മഹാനായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു അള്ളാഹു എനിക്ക് അവസരം തന്നു. ഉസ്താദ് വഫാത്തായ ദിവസം അതിന് വളാഞ്ചേരിയിൽ ഒരു ഹോസ്പിറ്റലായിരുന്നു ഉസ്താദിൻ്റെ. എനിക്ക് ഓർമ്മയില്ല, ഒരു 2ാം നിലയിലോ 3ാം നിലയിലോ ഒരു പാടത്തിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ അവസാന സമയം എവിടെയായിരുന്നു? അതിൻ്റെ പേരെന്തായിരുന്നു ഹോസ്പിറ്റലിൽ? എനിക്കറിയാം. നടക്കാവ് ഹോസ്പിറ്റല്. അവിടെ വന്ന് ഉസ്താദിനെ ഒരാഴ്ച മുമ്പ് കണ്ടുപോയതാണ്. അങ്ങനെ എല്ലാ ആഴ്ചയും നാട്ടിലേക്ക് വരുന്നത് കൊണ്ട് ആ ദിവസം സുബ്ഹാനല്ലാഹ് അള്ളാഹു കണക്കാക്കിയത് അങ്ങനെ എനിക്ക് കൂടാൻ പറ്റി. മയ്യിത്ത് നിസ്കാരത്തിൽ കൂടാൻ വേണ്ടി പറ്റി. ആ ഒരു പരിപാടി കഴിഞ്ഞ് ഉടനെ തന്നെ ഞങ്ങളായിരുന്നു വണ്ടി എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് വളാഞ്ചേരിക്ക് വന്നു. സുബഹിയായി ഇവിടെ എത്തിയപ്പോൾ ഉസ്താദിൻ്റെ മുഖത്ത് ഒരു ഉമ്മ വെക്കാൻ, ആ നെറ്റിയിലൊരു ഉമ്മ വെക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. ഞാനത് ഓർക്കുകയും വലിയ ഭാഗ്യം. എനിക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളെ ഉമ്മ വെച്ചത്, പുണ്യ നബി തങ്ങൾ ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്നവരുടെ നെറ്റിയിൽ ഉമ്മ വെച്ചത് ഓർമ്മ വരികയായിരുന്നു. മഹാന്മാർ അവർ ദുനിയാവെന്ന് യാത്ര പറയുമ്പോൾ അവരുടെ ശരീരവും നമ്മളും തമ്മിൽ തട്ടുന്നത് അതൊരു ബറക്കത്താണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കും സ്വാലിഹീങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ഹുസ്നുൽ ഖാത്തിമ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പുണ്യനബി തങ്ങൾ ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്നിവരെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അവരുടെ നെറ്റിയിൽ നബി തങ്ങൾ ഉമ്മ വെച്ചു. മുഖത്തെ വസ്ത്രം നീക്കിയിട്ട് ഫഖബ്ബലഹു വബകാ, ഉമ്മ വെച്ച് നബി തങ്ങൾ തേങ്ങി തേങ്ങി കരഞ്ഞു. തങ്ങൾ അങ്ങനെ അധികം ആളുകൾക്ക് തങ്ങൾ കരഞ്ഞിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകൾക്ക് നബി തങ്ങൾ വല്ലാതെ നബി തങ്ങൾ ഇമോഷണൽ ആവാറുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖുൽത്, ഉമ്മു അലാ ബീവി പറയാണ്, പുണ്യ നബി തങ്ങളുടെ ആ ഒരു സ്നേഹവും മഹാന്റെ ഞങ്ങളുടെ വീട്ടുകാരനായ ഞങ്ങളുടെ ചോര പോലെ ഞങ്ങൾ നോക്കിയ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു അവരുടെ നെറ്റിയിൽ നബി തങ്ങൾ ഉമ്മ വെച്ചത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഹനീ അല്ലക അബസ്സായിബിൽ ജന്ന, അബുസായിബേ ഉസ്മാൻ ഇബ്നു മദ്ഊനെ, അല്ലാഹു നിങ്ങൾക്ക് സ്വർഗ്ഗം നൽകുന്നു. സ്വർഗ്ഗം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. ഫശഹാദതി അലൈക ലഖദ് അക്രമക അല്ലാഹു അസ്സ വജൽ, അല്ലാഹു നിങ്ങളെ വല്ലാതെ ആദരിച്ചിരിക്കുന്നു, ബഹുമാനിച്ചിരിക്കുന്നു എന്നതിന് ഞാൻ നിങ്ങൾക്ക് സാക്ഷിയാണ് എന്ന് ഉമ്മു അലാ ബീവി എന്ന വീട്ടുകാരിയായ മഹദി, സ്വഹാബിയത്തായ മഹദി അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു. ഞാൻ സാക്ഷിയാണ് നിങ്ങൾക്ക് സ്വർഗം, നിങ്ങൾ അല്ലാഹു ബഹുമാനിച്ച ആളാ, പുണ്യ നബിയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നർത്ഥം. അവിടെ അല്ലാഹുവിന്റെ ഹബീബ് ഒരു ഖാഇദ, ഒരു നിയമം പഠിപ്പിക്കുകയാണ്. അവ ഗൈറ ദാലിക യാ ഉമ്മുൽ അലാ, ഉമ്മുൽ അലായെ, സ്വർഗം എന്നത് അല്ലാഹുവിന്റെ കയ്യിലുള്ള കാര്യമാണ്. അത് ഇങ്ങനെ സുനിശ്ചിതമായി ഉറപ്പായും നിങ്ങൾക്ക് സ്വപ്നമാണ് എന്ന് നിങ്ങൾക്ക് പറയരുതായിരുന്നു. എന്തേ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? ഇന്നല്ലാഹ ഖലഖലിൽ ജന്നതി അഹ്ലാ, സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളെ അല്ലാഹു പടച്ചിട്ടുണ്ട്. ചില ആളുകൾ അവർ അമൽ ചെയ്ത് സ്വർഗത്തിലേക്കായിരിക്കും പോവുക. ഖലഖലഹാ ലഹും വഹും ഫീ സുലാബി ആബാഇഹിം, അവർ സ്വർഗത്തിലേക്കുള്ളവരാണെന്ന് സ്വർഗത്തിനറിയാം, അവർ ജനിക്കുന്നതിന്റെ മുമ്പ് പോലും. ചില ആളുകൾ ദുഷ്കർമ്മങ്ങൾ കാരണം നരകത്തിലേക്ക് സ്ഥാനം ഉറപ്പിച്ചു വെച്ചവരാണ്. നരകത്തെ പടച്ചതും അവർക്ക് വേണ്ടി തന്നെയാണ്. അവരുടെ വാപ്പമാരുടെ മുതുകിലൂടെ ജനിക്കാൻ പോകുമ്പോൾ പോലും അള്ളാഹുവിനറിയാമായിരുന്നു ഇവർ ദുഷ്കർമ്മം ചെയ്യാൻ പോകുന്നവരാണെന്ന്. അള്ളാഹു ചെയ്യിപ്പിക്കല്ല, അവരത് ചെയ്യുമെന്ന് അള്ളാഹ്ക്കറിയാം. അള്ളാഹു അവരെ ചെയ്യിപ്പിച്ചതല്ല, അള്ളാഹുവിനെല്ലാം അറിയാം. സംഭവിക്കാൻ പോകുന്ന റബ്ബിനറിഞ്ഞു. അവർക്ക് ഫ്രീ വിൽ, നിങ്ങൾക്ക് നന്മയും തിന്മയും തെരഞ്ഞെടുക്കാം എന്ന കഴിവ് അള്ളാഹു ഇഖ്തിയാർ കൊടുക്കുമ്പോൾ അവർ തിന്മയെ തെരഞ്ഞെടുക്കുള്ളൂ എന്ന് അള്ളാഹു നേരത്തെ അറിഞ്ഞു. അതിനിപ്പോ എന്തിനാ അവസ്ഥ വെക്കേണ്ട കാര്യം? അള്ളാഹു അവരെ നരകത്തിലേക്കാക്കി പടച്ചതല്ല. എപ്പോഴും ശ്രദ്ധിക്കണം, ഖദർ ഖളാഇന്റെ വിഷയം വരും, നമ്മൾ മജ്ബൂറല്ലേ, ജബരിയത്തിന്റെ വാദം കടന്നു വരും. അത് ബിദ്ഈ ആശയമാണ്. നമ്മളെ അള്ളാഹു ഫ്രീ വിൽ,
കാര്യങ്ങളെ തെരഞ്ഞെടുക്കാനുള്ള കഴിവ് നൽകിയിട്ടാ. ഇപ്പൊ വാലിന് വന്നിരിക്കാം, ആർക്കെങ്കിലും വേണമെങ്കിൽ ടർഫ് പോയി കളിക്കാം, ആർക്കെങ്കിലും സിനിമ കാണാം, വേറെ വല്ലതും കാണാം, ഇതിനൊക്കെ അവസരമുണ്ട്. പക്ഷെ നിങ്ങൾ ഇത് തെരഞ്ഞെടുത്തു, ഇതിന് കൂലിയാണ്. ഇങ്ങനെ ഒരു അവസരം കൊടുത്താൽ ചില ആളുകൾ തെരഞ്ഞെടുക്കുന്നത് നന്മയാണെന്ന് അള്ളാഹ്ക്കറിയാം, ചില ആളുകൾ തെരഞ്ഞെടുക്കുന്ന തിന്മയാണെന്നും അള്ളാഹുവിനറിയാം. അത് മലക്കോട് എഴുതിയേക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ അറിവാണ്. അള്ളാഹ്ക്ക് അത് അറിയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു അലീമാവൂലല്ലോ. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. അപ്പൊ അള്ളാഹുവിന്റെ പാസ്റ്റും ഫ്യൂച്ചറും പ്രസന്റും ഒക്കെ റബ്ബിനറിയാം. അത്രേ ഉള്ളൂ. എന്നല്ലാതെ ചില ആളുകൾ ഇന്നിങ്ങനെ അള്ളാഹ് അങ്ങനെ ആക്കി, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ, അങ്ങനെ പറയരുത്. അത് കാഫിറുകൾ അള്ളാഹിന്റെ മുമ്പിൽ പറയുന്ന വാദമാണ്. എന്തേ നന്നാവാഞ്ഞത്, പഠിച്ചവനെ നീ ഞങ്ങൾ അങ്ങനെ ആക്കിയില്ലേ? അല്ല, ഒരിക്കലുമല്ല. അമൽ സേ ജിന്ദഗി ബൻചി ഹൈ ജന്നത്ത് ഭി ജഹന്നം ഭി. അമൽ സേ ജിന്ദഗി ബൻചി ഹൈ जन्नत भी जहन्नम भी. ये खाकी अपनी फितरत में न नूरी है न नारी है. അമൽ സേ കർമ്മങ്ങളിൽ നിന്നാണ് ജിന്ദഗി ബൻചി ഹേ ജീവിതമുണ്ടാകുന്നത്. ജന്നത്ത് ഭി ജഹന്നം ഭി നരകവും സ്വർഗവും ഉണ്ടാകുന്നത് മനുഷ്യന്റെ അമൽ കാരണമായിട്ടാണ്. യെ ഖാക്കി, ഖാക്ക് എന്ന് പറഞ്ഞ മണ്ണ്, യെ ഖാക്കി മണ്ണിൽ നിന്ന് പടക്കപ്പെട്ടവനായ ഈ മനുഷ്യൻ അപ്പിനി ഫിത്റത്ത് മേ ന നൂരി ഹേ ന നാരി ഹേ. നൂറായ ജന്നത്തിലേക്കോ നാറായ നരകത്തിലേക്കോ ജന്മന അള്ളാഹു അങ്ങനെ പടച്ചതല്ല. അവനവന്റെ കർമ്മങ്ങളിലൂടെ അവർ നരകവും സ്വർഗവും അർഹിക്കുന്നവരാണ്. മനസ്സിലായല്ലോ? പുണ്യനബി ഞങ്ങൾ പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, വ ഇന്നി വല്ലാഹി അന റസൂലുള്ളാഹ് ഉമ്മുൽ അലാഏ, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, യാതൊരു സംശയവുമില്ല. അല്ലാഹുവിലാണ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലാ അദ്രി മാ യുഫ്അലു ബി വലാ ബികും, നിങ്ങൾക്കോ എനിക്കോ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അല്ലാഹു അറിയിച്ചു തരുന്നതേ എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഫഖാലത് فوالله يا رسول الله لا أزكي بعده أحدا أبدا. ഉസ്മാൻ ഇബ്നു മദ്ഊൻ സ്വർഗ്ഗത്തിലേക്കാണ് എന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞത് തെറ്റായല്ലേ നബിയെ? ഇനി ഒരിക്കലും ഞാൻ ആരെപ്പറ്റിയും അങ്ങനെ പറയില്ല. അങ്ങനെ മഹദിക്ക് വല്ലാത്ത സങ്കടമായി. നമ്മൾ ആരും സ്വർഗത്തിലാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. ഹബീബായ നബി തങ്ങൾ വഹീന്റെ വെളിച്ചത്തിലൂടെ പഠിപ്പിച്ചു തന്നവരെ ഒഴികെ. അശ്റത്തുൽ മുബശ്ശിരീൻ ബിലാൽ എന്നവര്, ഉമർ റളിയല്ലാഹു അൻഹു, ഒരുപാട് സ്വഹാബിമാർ നബി തങ്ങൾ പേരെടുത്ത് പറഞ്ഞവര്, പല സന്ദർഭങ്ങളിൽ പറഞ്ഞവര് എന്നവരെ അല്ലാതെ സ്വർഗം ഉറപ്പാണ് എന്ന് പറയാൻ കഴിയില്ല. നഹ്സിബുഹും, നമ്മൾ വിചാരിക്കുന്നത് അവർ സ്വർഗവാസികളാണെന്നാണ്, അങ്ങനെ പറയാവൂ. വല്ലാഹു ഹസീബുഹും, അവരെ വിചാരണ ചെയ്യുന്ന അല്ലാഹുവല്ലേ, നമുക്കറിയില്ലല്ലോ അവർ സ്വർഗവാസികളാണെന്നായി, ആ സ്വർഗവാസികളാകുമെന്നായിരിക്കും നമ്മൾ വിചാരിക്കണത്. അത്രേ പറയാവൂ, ഉറപ്പില്ലല്ലോ. അല്ലാഹുവിന്റെ അടുത്തുള്ള വിഷയമല്ലേ അത്, അങ്ങനെ പറയാവൂ. അങ്ങനെ ബീവി സങ്കടപ്പെട്ട് ഇരിക്കുകയാണ്. ഉമ്മുൽ അലാഉൽ അൻസാരിയ. ഫലമ്മാ നിംതു റഅയ്തുഹു ഫിൽ മനാം, ഞാൻ ഉറങ്ങിയപ്പോൾ എൻ്റെ ഉസ്മാൻ ഇബ്നു മദ്ഊനിനെ ഞാൻ സ്വപ്നം കണ്ടു. ഒരു മോനെ കാണുന്ന പോലെയാ കാണുന്നത്. ഇപ്പോ ഉസ്മാൻ മദ്ഊൻ എന്ന അവരുടെ മോനല്ല, ഷാര മക്കയിൽ നിന്ന് വന്ന മുഹാജിറാണ്. അവർ അൻസാരിയത്തായ മഹദിയുടെ വീട്ടുകാരെ ഏറ്റെടുത്തതാണ്. സ്വപ്നം കണ്ടു. വറഅയ്തു ലഹു ഐനൻ തജ്രി, ഉസ്മാൻ ഇബ്നു മദ്ഊനിന്റെ കാലിന്റെ അടിഭാഗങ്ങളിലൂടെ, മഹാനിരിക്കുന്ന പ്രതലത്തിലൂടെ മനോഹരമായ സ്വർഗീയ അരുവികൾ ഒഴുകുന്നത് ഞാൻ കണ്ടു. സ്വർഗത്തിലെ പുഴ എന്ന് പറയുമ്പോൾ നമ്മളിവിടുത്തെ അടുത്ത ഒഴുകുന്ന പുഴ ഏതാ? ഭാരതപ്പുഴ, നിളാനദിയുണ്ട്, തൂതപ്പുഴയുണ്ട് അല്ലേ? അതൊക്കെ ഉണ്ടായിരിക്കും. നാട്ടിലെ പുഴയായിരിക്കും, മണൽ കോരാൻ പറ്റും. ഇതൊന്നും അല്ല സ്വർഗത്തിലെ പുഴ കേട്ടോ. സ്വർഗത്തിലെ അരുവികളും ഇതല്ല, പേര് മാത്രമേ ഉള്ളൂ എന്നാ, അത് വേറെയാണ്. സ്വർഗത്തിൽ കൊട്ടാരം എന്ന് പറയുമ്പോൾ ദുന്യാവിലെ കൊട്ടാരം ഓർക്കണ്ട, അത് പേരേ ഉള്ളൂ. അതെന്താണെന്ന് ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കാതും കേട്ടിട്ടില്ല. ഒരു ഡിസൈനർക്കോ ഒരു ആർക്കിടെക്റ്റിനോ അത് ഡിസൈൻ ചെയ്യാനോ ഡ്രീം ചെയ്യാൻ പോലും കഴിയില്ല. അതാണ് സ്വർഗലോകം. ഞാൻ കണ്ടു. വറഅയ്തു ലഹു ഐനൻ തജ്രി, അരുവികൾ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. സ്വപ്നല്ലേ? ഫജാഅത് ഇലാ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിനോട് വന്നിട്ട് പറഞ്ഞു, നബിയേ
ഇങ്ങനെ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ഉസ്മാൻ ഇബ്നു മദ്ഊൻ സ്വർഗ്ഗത്തിലിരിക്കുന്നത് കണ്ടു നബിയേ, അരുവി ഒഴുകുന്നതും കണ്ടു നബിയേ. ഫഖാൽ, അതിന് മറുപടിയായി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ദാക അമലുഹു, ആ ഒഴുകുന്ന അരുവി ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്നവർ ചെയ്ത അമലാണ്, അവരുടെ അമലുകളാണ്, സ്വതക്കയാണ്, ദാനധർമ്മമാണ്, ദിക്റുകളാണ്, സ്വലാത്തുകളാണ്, ഖിയാമുൽ ലൈലാണ്, ഹൃദയത്തിന്റെ വിശുദ്ധിയാണ്, പുഞ്ചിരിച്ചതാണ്, ആശ്വാസം നൽകിയതാണ്, ജനങ്ങളെ സഹായിച്ചതാണ്, അവർ ചെയ്ത സേവനങ്ങളെയാണ് അല്ലാഹു അരുവിയായി കാണിച്ചത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فلما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين. فلما أسلما وتله للجبين وناديناه أن يا إبراهيم قد صدقت الرؤيا إنا كذلك نجزي المحسنين. سيدنا إبراهيم عليه السلام ജനിച്ചത് ഇന്നത്തെ തുർക്കിയിലാണ്. പഴയകാലത്തെ ഇറാഖ്, പഴയത്തെ ബാബിലോണിയ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിച്ച സ്ഥലം ഷാംലി ഉർഫ എന്ന് പറയുന്നൊരു സ്ഥലമാണ്. വലിയ നഗരമാണ് ഇന്ന്. ഇബ്രാഹിം നബി ജനിച്ചതും ഇബ്രാഹിം നബിയുടെ തൊട്ടിൽ കെട്ടിയ സ്ഥലവും ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തീയിലിട്ട നമ്രൂദിന്റെ കോട്ടയും ഇബ്രാഹിം നബി തീയെറിയപ്പെട്ട സ്ഥലവും അവിടുന്ന് അണപൊട്ടി ഒഴുകുന്ന അരുവിയും ഇന്നും അവിടെ ചെന്നാൽ കാണാൻ പറ്റും. ഒരു 4-5 മാസം മുമ്പ് ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. വലിയൊരു സിയാറത്തിന്റെ സ്ഥലമാണത്. ഇവിടെ വലിയൊരു മസ്ജിദുണ്ട്. മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ അവിടെ വന്ന് റിയാദൊക്കെ ഇരുന്നത് അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു മഖാമുണ്ട് അവിടെ. മഹാന്മാരൊക്കെ സന്ദർശിച്ചിരുന്ന സ്ഥലമായിരുന്നു എന്നർത്ഥം. തുർക്കിയിലെ ഇസ്തംബൂളിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ ഫ്ലൈറ്റിന് യാത്രയുണ്ട് അങ്ങോട്ടെത്താൻ. 34-36 എയർപോർട്ടുള്ള നാടാണ് തുർക്കി. തുർക്കിൻ്റെ ഉള്ളിൽ 36 എയർപോർട്ട് എങ്ങാനുണ്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. 30-ന് മുകളിലാണ് എന്തായാലും. ഡൊമസ്റ്റിക് ഒരുപാട് എയർപോർട്ടുകളുള്ളൊരു നാട്. ഒരുപാട് കാണാനുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കപ്പൽ നങ്കൂരമിട്ടത് അവിടെയാണ്. ഇൻഷാ അല്ലാഹ് ഒരിക്കൽ പോയിട്ട് അതും കൂടെ കാണണമെന്നാകും. അത് ഇതേപോലെ വേറെ ഫ്ലൈറ്റ് എടുത്ത് പോകണം. 4 പ്രാവശ്യം പോയി, ഇനി ഒരിക്കലൂടെ പോകണം. എന്നിട്ട് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ഈ സംഭവം കൂടെ ഒന്ന് കാണണം. എന്നിട്ട് ലിങ്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ജനിച്ച സ്ഥലവും ഈ ചരിത്രമൊക്കെ ഞങ്ങൾ ഇന്നലെ അബുദാബിയിലെ ക്ലാസ്സായിരുന്നു, ഖുർആൻ ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ലിങ്കൊക്കെ ഉണ്ടാവും. ഞാൻ അത് രണ്ടാമത് ആവർത്തിക്കേണ്ടെന്ന് വിചാരിച്ചതാണ്. വലിയൊരു സിയാറത്തിൻ്റെ സ്ഥലമാണ് ഇബ്രാഹിം അലൈഹി മഖാം ഇബ്രാഹിം എന്ന് അവിടെ പറയാം അലൈഹിസ്സലാം. അവിടെയാണ് ജനിച്ചത്. യൂഫ്രട്ടീസ് നദി അതിൻ്റെ പരിസരങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അവിടുന്ന് മഹാനവറുകൾ ഈജിപ്തിലേക്ക് വന്നു. അവിടുന്ന് വീണ്ടും ഫലസ്തീനിലേക്ക് വന്നു. ഫലസ്തീനിൽ നിന്ന് മക്കയിലേക്ക് വന്നു. മക്കയിൽ നിന്ന് വീണ്ടും ഫലസ്തീനിലേക്ക് പോയി. അവിടുന്ന് വീണ്ടും മക്കയിലേക്ക്, വീണ്ടും ഫലസ്തീൻ, വീണ്ടും മക്ക, വീണ്ടും ഫലസ്തീൻ, പിന്നൊരിക്കലൂടെ മക്കയിൽ പോയി, പിന്നെ ഫലസ്തീനിൽ നിന്ന് വഫാത്താവുകയാണ് സാറാ ബീവിൻ്റെ അടുത്ത്. അതാണ് സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാം. അതുകൊണ്ട് കാലിൻ്റെ അടയാളം അള്ളാഹു പിടിച്ചു വെച്ചത് മഖാം ഇബ്രാഹിമിൻ്റെ ഉള്ളിൽ. കാലുകൊണ്ട് ഒരുപാട് ത്യാഗം ചെയ്ത നബിയാണ്. നമ്മൾ തവാഫൊക്കെ ചെയ്ത ടയർഡാവും. സഫി മർവിങ് നടന്നു കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട, പിന്നെ ബാറ്റ് വെച്ച് ഉരുട്ടേണ്ടി വരും. ചിലരൊക്കെ നടക്കാൻ കഴിയില്ല, നടക്കാൻ പറ്റുന്നില്ല. അപ്പോഴാ മഖാം ഇബ്രാഹിം ഓർമ്മ വരണം. അതിൻ്റെ ഉള്ളിൽ അലൈഹിസ്സലാം ആ മഹാന്റെ കാലിൻ്റെ അടയാളം 2 കല്ലിൽ അള്ളാഹു പതിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. എന്തിനെന്നറിയോ? നിങ്ങൾ 4 നടന്നപ്പോൾ അതും മാർബിളിട്ട എയർ കണ്ടീഷൻ ചെയ്ത നല്ല കാലാവസ്ഥയിൽ ചൂടുണ്ടായാലും എന്താ കുഴപ്പം? കല്ലും മുള്ളൊന്നും ഇല്ലല്ലോ. ശരിക്കും റാഹത്തായിട്ട് തവാഫും സഅയൊക്കെ നിങ്ങൾ ചെയ്യുമ്പോഴേ നിങ്ങൾ ക്ഷീണിച്ചല്ലേ? എനിക്ക് വേണ്ടി ഒരുപാട് നടന്ന ഒരു മഹാനുണ്ട്. ആ മഹാന്റെ കാലൊന്ന് പോയി കണ്ടോളൂ. അതിൻ്റെ ബാക്കിൽ പോയി 2 റക്അത്ത് നിസ്കരിക്കിൻ. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല. നിങ്ങൾ നടന്നത് ഒന്നുമല്ല എന്നപ്പം ബോധ്യപ്പെടുന്നു. അത് പഠിപ്പിക്കാൻ അല്ലാഹു തആല അവിടെ മഖാം കഅബന്റെ മുമ്പിൽ കൊണ്ടുപോയി സ്ഥാപിച്ചത്. ഉമ്മത്തികൾക്ക്
എനിക്ക് വേണ്ടി ഇതിലും വലിയ ത്യാഗം ചെയ്ത ഒരാളാണ്. നമ്മൾ 2 ഉംറ 3 ഉംറ 4 ഉംറ ഇതൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് ഭയങ്കരമായിട്ട് അഭിമാനബോധം തോന്നും. അതിനേക്കാളൊക്കെ ഒരുപാട് ചെയ്ത ഒരു മഹാൻ അവിടെ ഉണ്ട്, ഇബ്രാഹിം അലൈഹിസ്സലാം, ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം അലൈഹിസ്സലാം. മോൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. മക്കളില്ലാത്ത ഒരുപാട് ദമ്പതികൾ മക്കളുണ്ടാകണേ എന്ന് ദ്വാരക്കുന്നവരുണ്ട്. റബ്ബേ, അവർക്കൊക്കെ കൺകുളിർമയുള്ള മക്കളെ നീ കൊടുക്കണമേ തമ്പുരാനെ. മക്കളില്ലാത്ത ദമ്പതികൾക്ക് മക്കളുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് റബ്ബേ കൺകുളിർമയുള്ള സ്വാലിഹീങ്ങളായ ആൺമക്കളെയും പെൺമക്കളെയും നീ കൊടുത്ത് അനുഗ്രഹിക്കണമേ അല്ലാഹ്. ഈ സദസ്സിന്റെ പുണ്യം കൊണ്ട് ഖലീലുർ റഹ്മാനിന്റെ മഹാനായ ആദം നബി മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം വാർദ്ധക്യത്തിൽ കൊടുത്ത മോനാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ബിജാഹിഹി വബറകതി അല്ലാഹുവേ, ഞങ്ങളുടെ ദമ്പതികൾക്ക് നീ കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണേ തമ്പുരാനെ. ഫലമ്മാ ബലഗ മഅഹു അസ്സഅയ ഖാല യാ ബുനൈ, നടക്കാനും ഓടാനും അധ്വാനിക്കാനും പ്രായമായ ഒരു പക്വതയിലേക്ക് മോൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം വളർന്നപ്പോ ഇസ്മായിൽ നബിയെ മക്കയിൽ നിർത്തി. ഇസ്ഹാഖ് നബി എന്ന അനുജനെ ജെറൂസലേമിലും. സുബ്ഹാനല്ലാഹ്. മോനോട് പറയാണ്, മോനെ വാപ്പ ഒരു സ്വപ്നം കാണുന്നുണ്ട്. സൂറത്തു സ്വാഫാത്ത്. ഇന്നി അറാ ഫിൽ മനാം, മോനെ ഞാൻ സ്വപ്നം കാണുന്നത് അന്നി അദ്ബഹുക, നിന്നെ അറുക്കുന്നതായിട്ടാണ്. ഫൻദുർ, മോൻ പേടിക്കൊന്നും വേണ്ട, ആലോചിക്ക്. മാദാ തറാ, നിന്റെ അഭിപ്രായം എന്താണെന്ന് പറയണേ ഇസ്മായിലേ. ഒന്നും പറയാനൊന്നുമില്ലപ്പാ, അതിനെന്താ ആലോചിക്കാൻ. ഖാല യാ അബതി, എന്റെ ഉപ്പാ, ഇഫ്അൽ മാ തുഅ്മർ, അല്ലാഹു നിങ്ങളോട് എന്താണോ കൽപ്പിക്കുന്നത് അത് ചെയ്തോളൂ. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. കൊച്ചുമോനും പറഞ്ഞു, ഇൻഷാ അല്ലാഹ്, ഞാൻ ക്ഷമിച്ചോളാം ഉപ്പാ, കുറച്ചു നേരല്ലേ ഉണ്ടാവുള്ളൂ. അല്ലാഹു നിങ്ങളോടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തോളൂ. ഫലമ്മാ അസ്ലമാ വതല്ലഹു ലിൽജബീൻ, രണ്ടുപേരും അല്ലാഹുവിന് വഴിപ്പെടുകയും ആ പൊന്നുമോനെ സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി ആ കുന്നിന്റെ മുകളിൽ കിടത്തുകയും ചെയ്തപ്പോൾ, മിനായിലൂടെ ബസ് പോകുമ്പോൾ കാണിച്ചൊരു ഉസ്താദ്മാര്, ആ കാണുന്ന മുനാരം കണ്ടില്ലേ, ഒരു ചെറിയ സ്തൂപം, അവിടെ ആ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറക്കാൻ കൊണ്ടുപോയത് ഇബ്രാഹിം നബി. കണ്ടവരുണ്ട് കൈപ്പൊക്കിയാട്ടെ. അങ്ങനെയൊക്കെ പോകുമ്പോൾ ഉസ്താദ്മാർ പറഞ്ഞു തന്നിട്ടുണ്ടാവുമല്ലോ വണ്ടിയിൽ നിന്ന്. നിങ്ങൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും അല്ലേ? കണ്ടവരുണ്ട്, മാഷാ അല്ലാഹ്. വനാദൈനാ, നാം വിളിച്ചു, അൻയാ ഇബ്രാഹിം, വനാദൈനാഹു അയ്യാ ഇബ്രാഹിം, അറുക്കല്ലേ ഇബ്രാഹിം നബിയെ. ഖദ് സ്വദ്ദഖത റുയാ, ഈ സ്വപ്നം സത്യമായിരുന്നു, അത് നിങ്ങൾ അനുവർത്തിക്കുകയും ചെയ്തു. നിങ്ങളെ മോനെ കൊല്ലരുത്, അത് അല്ലാഹു ഒരിക്കലും പറയില്ല. പക്ഷേ നിങ്ങൾക്ക് അത്രമേൽ അല്ലാഹുവിനോട് മോനെക്കാളും സ്നേഹമുണ്ടോ എന്ന് അല്ലാഹു പരീക്ഷിക്കുകയായിരുന്നു. നിങ്ങൾ ആ പരീക്ഷണത്തിൽ വിജയിച്ചു. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. നമ്മുടെ ബലിപെരുന്നാൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെയും ഇബ്രാഹിം നബിയുടെയും ചരിത്രം നമ്മൾ കേൾക്കുമ്പോൾ അത് സ്വപ്നത്തിലൂടെ വന്നൊരു വഹയാണ്. വറുഇയൽ അംബിയാഇ വഹ്യുൻ, പ്രവാചകന്മാർ കാണുന്ന സ്വപ്നങ്ങളെല്ലാം വഹ്യാണ്. നമ്മൾ കാണുന്ന സ്വപ്നം പോലെയല്ല. അല്ലാഹു അവരോട് ചെയ്യാൻ പറയുന്ന നിർദ്ദേശങ്ങളാണ് സ്വപ്നത്തിലൂടെ കാണുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാം അത് പുലർത്തുകയാണ് ഉണ്ടായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട ഒരു സ്വപ്നം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. സ്വഹീഹുൽ ബുഖാരിയിൽ മുസ്ലിമിലുണ്ട്. ബൈനമാ അന നായിമുൻ, ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോ, ഇദു തീതു ബിമഫാതിഹി ഖസാഇനിൽ അർള്, ഭൂമിയിലെ ഖജനാവുകളുടെ താക്കോലുകൾ അല്ലാഹുവിന്റെ കയ്യിൽ കൊണ്ടുവന്നു തന്നു. ഫവുദിഅത് ഫീ യദി, നോക്കണം, ലോകത്തുള്ള പ്രബലമായ സാമ്രാജ്യങ്ങൾ മുഴുവനും അന്ന് ഇസ്ലാമിന്റെ കീഴിൽ വന്നു. മക്കയിലെന്ന സാമ്രാജ്യമില്ല. മക്ക ഒരു കോളനിയാക്കപ്പെടാത്ത നാടല്ലേ, ജസീറത്തുൽ അറബ്. നോക്കണേ, മക്കയും മദീനയുമുള്ള ആ പ്രദേശം ജസീറത്തുൽ അറബിൽ ഒരു ഇംഗ്ലീഷുകാരോ ഫ്രഞ്ചുകാരോ പോർച്ചുഗൽകാരോ ആരും വന്നില്ലല്ലോ. സ്പാനിഷ് അധിനിവേശം വന്നില്ല. അതൊക്കെ വന്നത് മറ്റു രാജ്യങ്ങളിലാണ്. ജസീറത്തുൽ അറബ് വന്ന് എന്തുകൊണ്ടെന്നറിയോ? അവിടെ കീഴടക്കാൻ പോകുന്നത് ഇസ്ലാമാണ്. ഇത് അല്ലാഹുവിന്റെ തീരുമാനമായിരുന്നു. വേറെ ആരും വന്നിട്ടില്ല. ഒന്നിനു പറ്റാതെ മരുഭൂമിയായി കിടന്ന ഒമാനിന്റെയും UAEയുടെയും സ്ഥലം ബ്രിട്ടീഷ് എംപയറിന്റെ കീഴിലായിരുന്നു. അവിടെ അന്ന് ഒരു പെട്രോളും ഡീസലും ഒന്നുമില്ല, വെറും മരുഭൂമിയാണ്. എന്നാൽ ജസീറത്തുൽ അറബിൽ എത്ര ഉണ്ട്?
മക്കയും മദീനയുമുള്ള ഈ നാടിൽ റിയാദ് അടക്കം, ദമാമടക്കം, യംബു അടക്കമുള്ള വലിയ വലിയ പ്രദേശങ്ങളുള്ള ഈ നാട് ആരും കോൺകർ ചെയ്യാൻ വന്നില്ല. എന്തേ? അള്ളാഹു ആ തീരുമാനം, റബ്ബിന്റെ തീരുമാനമായിരുന്നു അത്. യാ അല്ലാഹ്. എന്നിട്ട് അന്നത്തെ വലിയ വലിയ സാമ്രാജ്യങ്ങളായ യമൻ, പേർഷ്യ, അതാണ് ഇറാൻ, റോം, അതാണ് തുർക്കി, ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത് ഷാം, ഫലസ്തീൻ, ഈ പ്രദേശങ്ങളുടെ അധികാരങ്ങളുടെ കോട്ടക്കൊത്തളങ്ങൾ മുഴുവനും ദീനിന്റെ വരുതിയിലേക്ക് വരുന്നു. നബി തങ്ങൾ സ്വപ്നം കണ്ടതാണ്. ലോകത്തിന്റെ ഖസാനകളുടെ താക്കോലുകൾ അല്ലാഹു എന്റെ കൈകളിൽ വെച്ചു തന്നു. ثم نظرت في يدي فوجدت فيهما سواران من ذهب فأهمني أمرهما. എന്റെ കയ്യിൽ താക്കോലൊക്കെ വെച്ച് തന്നപ്പോ എന്റെ കൈകളിൽ 2 വള ഞാൻ കണ്ടു. നബി തങ്ങൾ പറയുന്നു, മിൻ ദഹബിൻ, സ്വർണത്തിന്റെ 2 വള. 2 സ്വർണത്തിന്റെ വള നബിയുടെ കയ്യിൽ നബി തങ്ങൾ കാണുന്നു. സ്വപ്നാണ്. വള എന്ന് പറയുമ്പോൾ പെണ്ണുങ്ങൾ ആരൊക്കെ എന്റെ വള മാറ്റാനായല്ലോ, പഠിച്ചോനെ, എന്റെ കൈമ ഒന്നും ഇല്ലല്ലോ. അവർക്കത് ഇഷ്ടമാണ്, അവർക്കത് ആഭരണമാണ്, അലങ്കാരമാണ്. പുരുഷന്മാർക്കത് പാടില്ല. സിൽക്കും പട്ടുവസ്ത്രവും സ്വർണവും എടുത്തിട്ട് നബി തങ്ങൾ എന്റെ ഉമ്മത്തിലെ ആണുങ്ങൾക്ക് ഇത് പാടില്ല, എന്റെ ഉമ്മത്തിലെ പെണ്ണുങ്ങൾക്ക് ഇത് ഹലാലാണ്, ആണുങ്ങൾക്കത് വേണ്ട. ആ 2 വളകൾ എന്റെ കയ്യിൽ കണ്ടപ്പോ ഫഅഹമ്മനി അംറുഹുമാ, എന്തേ എന്റെ കയ്യിൽ സ്വർണവള എന്ന ടെൻഷൻ എനിക്ക് വന്നു. ഫൗഹല്ലാഹു ഇലയ്യ, അല്ലാഹു എനിക്ക് വഹീ തന്നു, അനിൻഫുഹുമാ, ഒന്ന് ഊതി നോക്കൂ നബിയെ, അതിലേക്ക് ഊതേണമേ. ഫനഫഖ്തുഹുമാ, ആ 2 വളയിലേക്കും ഞാനൊന്ന് ഉറക്ക ഊതിയപ്പോൾ ഫത്വാറ, ആ 2 വളകളും പറന്നുപോയി. ഫഅവ്വൽതുഹുമാ, ഈ 2 വളകളെ ഞാൻ വ്യാഖ്യാനിക്കുന്നത് ഹാദൈനിൽ കദ്ദാബൈനിൽ ലദൈൻ അന ബൈനഹുമാ, എന്റെ ഇടയിലുള്ള, എന്റെ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന 2 കള്ളപ്രവാചകന്മാർ, അവരാണ് ഈ 2 വളകൾ, സ്വർണവളകൾ. ഒന്ന് മുസൈലിമത്തുൽ കദ്ദാബ് റിയാദിന്റെ ഭാഗത്ത് ഇന്നത്തെ, മറ്റേത് അൽ അസ്വദുൽ അനസി യമനിന്റെ ഭാഗത്ത് കള്ളപ്രവാചകന്മാർ. ഈ 2 പ്രവാചകന്മാരെ ഞാൻ ഊതുകയാണ് ഉണ്ടായത്. ആ ഊത്തിൽ അവർ നിലംപരിശായി പോയി എന്ന് പറഞ്ഞാൽ ആ 2 കള്ളപ്രവാചകന്മാർ അധികാരമുള്ളവരായിരുന്നു. അവർ 2 പേരെയും നബിതങ്ങളുടെ ആ ഊത്തിലൂടെ അള്ളാഹു പരാജയപ്പെടുത്തി. അത് നടക്കുന്നത് പിന്നെ ഒരു യുദ്ധമായിട്ടാണ്. അതിന് നേതൃത്വം കൊടുത്ത മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. മുസൈലിമത്തുൽ കദ്ദാബ്, അദ്ദേഹത്തിന്റെ കൂടെയാണ് ബനു ഹനീഫ ഗോത്രക്കാർ കൂടിയത്. അസ്വദുൽ അനസി എന്നത് യമനിലെ അധികാരമുള്ള മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം മുസൈലിമത്തുൽ കദ്ദാബിന്റെ മകളെ തട്ടിക്കൊണ്ടുവന്നതായിരുന്നു. ഒരു പ്രവാചകൻ മറ്റേ കള്ളപ്രവാചകന്റെ മോളെ തട്ടിയെടുത്ത് കൊണ്ടുപോയത്. അപ്പൊ ആ പെൺകുട്ടി കുടുങ്ങി കഴിയായിരുന്നു അസ്വദുൽ അനസിന്റെ കൂടെ യമനിൽ. അസ്വദുൽ അനസ് വല്ലാത്ത ക്രൂരനായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്രൂദ് തീയിലിട്ട പോലെ അബൂ മുസ്ലിമുൽ ഖൗലാനി എന്ന് പറയുന്ന താബിഈയായ മഹാനെ തീയിലേക്ക് എറിഞ്ഞ ആളാണ് ഈ അസ്വദുൽ അനസി. അദ്ദേഹം വലിയ വാദം പറയുന്ന ആളായിരുന്നു അന്ന്. പക്ഷേ